പേര് ജിക്കി രഞ്ജി മാത്യൂസ്. എൻ്റെ ഹസ്ബൻഡ് രഞ്ജി മാത്യൂസ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ, റെവനും റിയായും. മോൻ ഇവിടെ ഉണ്ട് പൂനെയിൽ തന്നെ, മോൾ ബാംഗ്ലൂരിലാണ്, ഹസ്ബൻഡ് ഇൻഡോറിലാണ്, ഞാനും എൻ്റെ ഫാദറും പൂനെയിലുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ ഞങ്ങൾ പൂനെയിൽ ജനിച്ചു വളർന്നു. എൻ്റെ പേരൻസ് നാട്ടിൽ നിന്ന് പൂനെയ്ക്ക് ജോലി പ്രമാണിച്ച് ഇവിടെ വന്നു. ആൻഡ് ചൈൽഡ്ഹുഡ്, എൻ്റെ ബാല്യകാലം വാസ് വെരി ലവിങ്. ഇവിടെ മമ്മിയുടെ വേറെ 4-5 സിസ്റ്റേഴ്സ് ഉണ്ട്. ഡാഡിയുടെ റിയൽ ബ്രദറും പൂനെയിലുണ്ട്. വെരി ഗോഡ് ഫിയറിങ് ലൈഫാണ് ഞങ്ങളിവിടെ ഞങ്ങൾ കണ്ട് വളർന്നത്. ചൈൽഡ്ഹുഡിൽ സൺഡേ സ്കൂൾ റെഗുലർ ആയിരുന്നു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് യൂത്ത് ലീഗ് ആയി റെഗുലർ. വേറെ ഒരു എക്സ്പോഷറും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ വളർന്നു. ആൻഡ് കൊച്ചിലെ എല്ലാ പിള്ളേരുടെയും കൂട്ട് ഞങ്ങൾ ബെസ്റ്റ് സ്കൂൾസിൽ ഇവിടെ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ പാഷാൻ സ്കൂളിലാണ് പഠിച്ചത്. ആൻഡ് ഞങ്ങളുടെ കസിൻസും ആ കസിനും സെയിം സ്കൂളിൽ പഠിച്ചു. സോ അവരെ ഫോളോ ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവരായിരുന്നു ഞങ്ങളുടെ ഒരു ഐഡിയൽ പീപ്പിൾ എന്ന് പറയാൻ, ഐഡിയലായിട്ട് കാണുന്നവര്. ആൻഡ് എൻ്റെ മമ്മിയുടെ 2 സിസ്റ്റേഴ്സ് മൂത്തവരുണ്ട്. പിന്നെ അവർ 7 പേരാ, 5 പേര് പൂനെയിൽ തന്നെയുണ്ട്. ആൻഡ് പറയാൻ വന്ന ഫസ്റ്റ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഇറ്റ് വാസ് വെരി ഗുഡ്. ഞങ്ങൾ സൺഡേ സ്കൂളിൽ നല്ല ടീച്ചേഴ്സും ബൈബിൾ സ്റ്റഡിയും എല്ലാം ഉണ്ട്. ആൻഡ് ഇങ്ങനെ ഞങ്ങളൊരു യൂത്ത് ഏജിൽ വന്നപ്പം ഞങ്ങളുടെ അന്നത്തെ അച്ഛൻ UBS സെമിനാരി, പൂനെയിൽ UBS സെമിനാരി ഉണ്ട്, യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറഞ്ഞു സെമിനാരി. സോ അവിടുന്ന് നല്ല പഠിക്കുന്ന തിയോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനെയും അവിടുത്തെ ടീച്ചേഴ്സിനെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങൾ യൂത്ത് ആൾക്കാർക്കും ബൈബിൾ ക്ലാസ്സും സ്പീച്ചസും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനും ഉള്ള ചാൻസസ് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ. ആൻഡ് എന്നാലും നമുക്ക് ആ സമയം ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത് കേൾക്കുക മാത്രമേ ഉള്ളായിരുന്നു. വി ആർ ലിസ്ണിംഗ് ടു ഇറ്റ്, എല്ലാം കേൾക്കുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് എ പേഴ്സണൽ ഇന്ററാക്ഷൻ. അച്ഛന്മാർ പറയുന്നുണ്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഇസ് വാട്ട് യു നീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് തേഴ്സ്റ്റ് വാസ് ഓൾറെഡി സ്റ്റാർട്ടിങ് ഇൻ മൈ ഹാർട്ട്. ആൻഡ് ഒരു കോൺഫറൻസിൽ എൻ്റെ ഇമ്മീഡിയറ്റ് മൂത്തായിട്ടുള്ള ഒരു കസിൻ സിസ്റ്റർ എൻ്റെ ഷീ ഗോട്ട് മാരിഡ് ടു ആൻ അച്ഛൻ ഹെർസെൽഫ്. അതൊരു സ്റ്റോറി ബൈ ഇറ്റ് സെൽഫ് ആണ്. സോ അവർ ലെൻസി എന്നാ പേര്. ലെൻസിയുടെ ലൈഫ് ഫോളോ ചെയ്യുമായിരുന്നു ഞാൻ മിക്കവാറും. ദാറ്റ് വാസ് ലൈക്ക് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ലെൻസി മാമയുടെ വേ ഓഫ് ലൈഫ്. ഞങ്ങൾ ടുഗെദർ പോയി താമസിക്കുമായിരുന്നു വീട്ടിലൊക്കെ. And finally she got married to an Achan, Marthama Achan only, because of her lifestyle. She chose, she said, I don't want to get married to somebody who's wanting money. And in fact her Lensi Mamade father ivide oru businessman aayirunnu, very enterprising. Ivide oru factory okay undu, rubber factory okay ulla aalkara. But Lensi Mamade life she wanted to choose to live a godly life, to serve the Lord. And ingane oru conference la അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ വി ഹാവ് ടു കമ്മിറ്റ് അവർ ലൈഫ്സ് ടു ക്രൈസ്റ്റ്. ചുമ്മാ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, വി ആർ ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻസ് ആൻഡ് വി ഹാവ് ടു കമ്മിറ്റ് അവർ ലൈഫ്സ് ടു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ സമയത്ത് ആരൊക്കെയാ റെഡി ടു കമ്മിറ്റ്, ആരൊക്കെയാ റെഡിയായിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ലൈഫ് കമ്മിറ്റ് ചെയ്യാനുള്ള റെഡിനെസ് ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പം എൻ്റെ കസിൻ സിസ്റ്റർ എഴുന്നേറ്റ് നിന്നു. ഷീ പുൾഡ് മീ അപ്പ്, എന്നെയും കൂടെ വലിച്ചു ഷീ പുൾഡ് മീ അപ്പ്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളായിരുന്നു അവിടെ നിൽക്കാൻ. ഞങ്ങൾ രണ്ടുപേരും നിന്നു. ബട്ട് വി വർ ഷിവറിങ്, എനിക്കങ്ങ് ഷിവറിങ് വരുക. രണ്ടുപേരും ഞങ്ങൾ ഷിവർ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. ബട്ട് ലെൻസ് മാമ എന്നോട് പറഞ്ഞു, ജിക്കി ദിസ് ഇസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഇൻ യുവർ ലൈഫ്, ലെറ്റ് us stand up എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നിന്നു. ഓക്കെ, അതൊരു ഫസ്റ്റ് ഒരു സീഡ് ആയിരുന്നെന്ന് ഐ ബിലീവ്. ദാറ്റ് വാസ് എ സീഡ് ദാറ്റ് സ്റ്റാർട്ടഡ് മൈ faith was there, but the growing and building in faith അതായിരുന്നു ആവശ്യം. സോ അവിടെ വെച്ച് ഞങ്ങൾ തുടങ്ങി ഫസ്റ്റ്.
പിന്നെ പ്രാർത്ഥനയുണ്ട്, ലൈഫിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് റെഗുലർ. എവറി നൈറ്റ് വി ഹാവ് പ്രെയർ, ഫാമിലി പ്രെയർ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും. ഞങ്ങളുടെ പേരൻസിനെ നല്ല ഗോഡ് ഫിയറിംഗിലായിരുന്നു കാണുന്നത്. അവർ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ വി യൂസ് ടു പ്ലേസ് ഇറ്റ് ഇൻ പ്രെയർ ലൈക്ക് ദാറ്റ്. ഒരു ആ സമയത്ത് പാസ്റ്റർ, എൻ്റെ ഫാദറിന് ഈ ഒരു കിഡ്നി സ്റ്റോൺ വലിയതായിട്ടൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പം ആ ജസ്റ്റ് ലേറ്റ്ലി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് സർജറി ഇല്ലാതെ ഒക്കത്തില്ല. ദർ ഇസ് നോ റെമഡി, നോ സൊല്യൂഷൻ ടു ദിസ് വിതൗട്ട് സർജറി. ദിസ് ഇസ് അറൗണ്ട് ഇൻ ദ 70s. അപ്പം ഞങ്ങൾ സർജറി എന്നൊക്കെ കേട്ട് വി വർ വെരി സ്കേർഡ്. ഐ മീൻ, ദറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. അങ്ങനെ ഒരു കാര്യം വേണ്ട എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുമായിരുന്നു. ആൻഡ് ഡാഡി മമ്മി റെഗുലർലി ഓഫീസിൽ പോവായിരുന്നു. ഞങ്ങൾ വീക്കെൻഡ്സിൽ സാറ്റർഡേയും സൺഡേയും ഞങ്ങൾക്ക് അവധിയാണ് സ്കൂളിൽ. അങ്ങനെ ഒരു വീക്കെൻഡിൽ ഞാൻ അപ്പം ഡാഡി ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഡാഡി വീട്ടിലോട്ട് വരും ആഹാരം ലഞ്ച് എടുക്കാൻ. ആൻഡ് ഞാൻ ഡാഡിക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. ഡാഡിക്ക് അങ്ങോട്ട് ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു വേദന അങ്ങോട്ട് തുടങ്ങിയിട്ട് ഡാഡിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ വയ്യ. ഡാഡി സ്വെറ്റ് ചെയ്യുവാണ്. ഡാഡി ടോട്ടലി ഡിസ്റ്റർബ്ഡ്. അപ്പം ഞാനൊരു ഐ ക്യാൻ സേ ഐ തിങ്ക് എനിക്ക് നല്ല അറിവുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ. ഒരു 8-9 years old ആയിരിക്കും ആ സമയത്ത്. ഐ എം നോട്ട് റിയലി ഷുവർ. ആൻഡ് ഞാനിത് കണ്ട് എനിക്കെന്തോ ഐ വാസ് ടോട്ടലി ഡിസ്റ്റർബ്. വല്ലാത്തൊരു എൻ്റെ ഫാദറിന് എൻ്റെ ഡാഡിയുടെ ഇങ്ങനെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കണ്ട് ഐ കുഡ് നോട്ട് ബെയർ ഇറ്റ്. ഡാഡി എങ്ങനാണ്ടോ ഇച്ചിരി ചോറൊക്കെ ഉണ്ടിട്ട് തിരിച്ച് ഓഫീസിൽ പോയി. ഡാഡി അങ്ങ് പോയി. ബട്ട് എൻ്റെ മനസ്സിൽ ഇറ്റ് വാസ് സോ പെയിൻഫുൾ. എനിക്ക് എൻ്റെ ഡാഡിയെ അത്രയും ഒരു കരയൻ മീൻസ് വേർത്തൊലിച്ചൊരു സിറ്റുവേഷൻ, പെയിനില്ല ഡാഡിയെ കണ്ട് എനിക്ക് ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി പാസ്റ്റർ. ആൻഡ് ഞാൻ ആ ഒരു വേദനയിൽ തന്നെ ഞാൻ കരഞ്ഞു വിളിച്ച് ഐ ജസ്റ്റ് സാറ്റ് ഡൗൺ ഓൺ മൈ നീസ് എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഐ റിമെമ്പർ ഐ ഫെൽ ഡൗൺ ഓൺ മൈ നീസ് ആൻഡ് ഈ ഒരു വാക്ക്, സീക്ക് ye first the kingdom of God and his righteousness, all things shall be added unto you. അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾ സൺഡേ സ്കൂളിൽ യൂസ് നോട്ട് ഓൺലി ദാറ്റ് സോങ്, എല്ലാ സൺഡേ സ്കൂളിലും ഞങ്ങൾ പുതിയ പുതിയ പാട്ടുകൾ പാടുന്നുണ്ട്. ഈ ഒരു വേർഡ്സ് എൻ്റെ മനസ്സിൽ, സീക്ക് ye first the kingdom of God and his righteousness, and all the other things shall be given unto you. Hallelujah, hallelujah. ഈ പാട്ട് എൻ്റെ മനസ്സിൽ അങ്ങ് വരിക, ഞാൻ അങ്ങ് കരയുവാണ്. I am on my knees. I'm saying, Lord Jesus, we have learned to trust you. I know you are the healer. I want to ask you, Lord, today, please heal my father of his pain. I cannot see my father in pain. എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് I was down on my knees for hours together. എനിക്കൊരു ബോധമില്ലാതെ I was on my knees and എനിക്കങ്ങ് ചോക്ക് ആകുന്ന പോലെ എനിക്ക് തോന്നുവാണ് ആ സമയത്ത്. ആഫ്റ്റർ few hours എനിക്കൊരു റിലീഫ് വന്നു ആൻഡ് I could completely feel the presence of one more person in that room. എനിക്കറിയാം ഞാൻ തന്നെ ഉള്ളായിരുന്നു. എൻ്റെ സിസ്റ്റർ മറ്റേ റൂമിലോ എവിടെയോ ആയിരുന്നു. But I could feel the one heavenly presence and I was sure it is the Holy Spirit. I was 100% sure. എൻ്റെ കൂടെ എൻ്റെ Jesus was listening to my prayer, my tears he saw. ആ ഒരു ഇരിപ്പ് പാസ്റ്റർ ഞാൻ അറിഞ്ഞേയില്ല. എൻ്റെ മമ്മി ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു. മമ്മി തിരിച്ചു വന്നപ്പം ഞാൻ അപ്പോഴാ കതക് പോയി തുറക്കാൻ ഉണരുന്നത്. ആൻഡ് ഐ ടോൾഡ് മൈ മമ്മി ഐ വാസ് ഹാപ്പി. എന്തോ ഒരു ഭയങ്കര ബേർഡൻ എൻ്റെ മനസ്സിൽ നിന്ന് റിലീസ് ആയ പോലെ, സംവാട്ട് ദാറ്റ് തിങ് ഇസ് ഓൾറെഡി ഹീൽഡ് എന്നുള്ള ഒരു കൺഫർമേഷൻ എനിക്ക് ദൈവം തന്ന പോലെ ഐ ഫെൽറ്റ്. ആൻഡ് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഐ ഹാവ് എ ഫീലിംഗ് ടുഡേ daddy came in pain. I prayed today, mummy, and it'll heal. And she confirmed that for me. And that was a big thing. Mummy പറഞ്ഞു, മോളുടെ പ്രാർത്ഥന യേശുപ്പച്ച കേൾക്കും. Don't worry about it. You are so strong in Christ. Your prayer God is hearing. എന്ന് പാസ്റ്റർ ഞങ്ങൾ അങ്ങനെ ആ ഈവനിങ് അങ്ങോട്ട് കഴിഞ്ഞു. ഐ മീൻ ഈവനിങ് പോയിക്കൊണ്ടിരുന്നു. ഡാഡി ഒരു 5:30 വീട്ടിൽ വരുന്നത്. ഡാഡി 5:30 വീട്ടിൽ വന്നപ്പം
ഞങ്ങളോട് പറയാ, ഒരിക്കലും നടക്കാത്തൊരു സംഭവം ഇന്ന് നടന്നു. ഡാഡി ആ സ്റ്റോണും കൊണ്ടാ വീട്ടിൽ വന്ന്. ആ സ്റ്റോൺ, ഒരു സ്റ്റോൺ നല്ല 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 ഷാർപ്പ് എഡ്ജസ് ഉള്ള ഒരു സ്റ്റോൺ കൊണ്ടാ ഡാഡി വീട്ടിൽ വരുന്നത്. Pastor, that was enough for me. I confirm this is my Jesus. I know this is my God who answered my prayer. And asked that we kept that parakalla we kept. It passed through daddy's urine. That was how it came, because doctors confirm cheyidayirunnu idu surgery allade this cannot come out. And it was edek ingane pain cheyidirikum. Anyway, that was a beginning to faith, and it was a thirst. Enikoru thirst undayirunnu manasile. Why my Jesus should give me some vidal from the burden. Then അങ്ങനെ പോയി. പഠിത്തമൊക്കെ ഓക്കെ ആയിരുന്നു, നോർമൽ, not extremely good and all that, but it was very good. We cleared our school age. കോളേജിലൊക്കെ കോളേജും കഴിഞ്ഞു. then ജോലി ആയി പാസ്റ്റർ. ആൻഡ് ഇടയ്ക്കൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു, ബട്ട് ഐ കാൻറ്റ് റിമെമ്പർ എവറിഥിങ്. ആൻഡ് ജോലിക്കായി ചില കാര്യങ്ങൾ, ചില ഈ കല്യാണത്തിന് സമയത്തൊക്കെ വന്നപ്പം സം പ്രപ്പോസൽസ് ആർ കമ്മിങ്. ആൻഡ് ആ ഒരു ഞങ്ങളൊരു കോളേജൊക്കെ കഴിഞ്ഞപ്പം ഡാഡി ഒമാനിലേക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി ഡാഡി എടുത്തു. ആൻഡ് വോളണ്ടറിലി റിട്ടയർമെൻറ്റ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് എടുത്തിട്ട് ഡാഡി ഒമാനിൽ പോയി. അപ്പം എൻ്റെ പ്രായം ഒരു 23-24 ഒക്കെ ആവുക. അപ്പം മമ്മിക്കും ഡാഡിക്കും ഈ ഒരു ടെൻഷൻ, കല്യാണം, ദിസ് ദാറ്റ് ആൻഡ് ഓൾ. ബട്ട് എനിക്കൊരു പ്രെയർ ഉണ്ടായിരുന്നു. മൈ പ്രെയർ വാസ് ഗോഡ്. ആൻഡ് എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാം മറ്റുള്ളവരെയൊക്കെ കല്യാണം കഴിച്ച് ലൈക്ക് അവർ ലവ് മാരേജ് ഒക്കെ ചെയ്ത് they showed more interest in all that. But I did not want to. Also one thing, pastor, ende father inde childhood means oru past history nokkiyal father na oru sister, she did like this one. She married a Hindu person. And daddy ke adoru velliya very painful it was a very painful thing. So we saw daddy we know how daddy's attitude was about that. അപ്പം ഞങ്ങൾക്ക് അതൊരു അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല, to get married to somebody else and all that. And it was my prayer, Lord, you bring the person, whoever you have planned for me. If you have made me, you have created somebody for me. I trust that, Lord, and you have to bring the person. So prayer ഒരു കണക്ഷൻ എനിക്ക് അറിയാം. I'm already connected with my Lord. He has been answering my prayers. So I decided I want my Lord to do this thing. I cannot take on my head risk. Because I know I'm complicated. I cannot trust somebody else to know me better than myself and all this thing. I cannot understand that person. So ഞാൻ അങ്ങ് തീരുമാനിച്ചു, പാസ്റ്റർ, എനിക്ക് ഞാനൊരു മീൻസ് ഒരു ആളിനെ കാണുന്നു, ആൾക്കാരെ കാണുന്നു, ആൻഡ് ദെൻ ദാറ്റ് കൈൻഡ് ഓഫ് എ മാരേജ് അങ്ങനെ വേണ്ട. ഐ ഡിസൈഡഡ് ദാറ്റ് വൺ പ്രപ്പോസൽ വിച്ച് ഡാഡി വിൽ ബ്രിങ്. അപ്പം ഡാഡി ഒമാനിലാണ്. ഡാഡി ഏതൊരു പേഴ്സണെ കൊണ്ടുവന്നാലും ഐ വിൽ ടേക്ക് ഇറ്റ് ലൈക്ക് ഗോഡ്സ് പ്ലാൻ ഫോർ മീ. സോ sort of I entered into a deal with my Jesus, saying, Jesus, how will I know who is it? So I want to, if the proposal is coming from daddy, I will take it. I will think that it is your plan for me. And അങ്ങനെ നമുക്ക് ഞാൻ മുമ്പോട്ട് പോകും. സോ ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പം ആ ഒരു യങ് ഏജിൽ ഇതൊക്കെ മനസ്സിലുള്ള ഒരു ഡിസിഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം സിസ്റ്ററിനോടോ മദറിനോടോ ഞാൻ പറയാൻ പോയില്ല. ആൻഡ് അങ്ങനെ ഇരുന്നപ്പം ഡാഡി ഒരു വെക്കേഷൻ സമയത്ത് വീട്ടിൽ വന്നപ്പം ഡാഡി ഒരു ഫോട്ടോഗ്രാഫ് ഞങ്ങളെ കാണിക്കുക. മോളെ, ദിസ് ഇസ് മൈ ഗിഫ്റ്റ് ടു യു. സോ നോക്കിയപ്പം ഒരു വൺ യങ് ഫേസ്, വൺ ബോയ്സ് ഫോട്ടോഗ്രാഫ്.
And Daddy Paraya, I don't know him much, but I have seen him since 2 years. He is coming. He supplies some products for my uh, പ്രിന്റിംഗ് പ്രസ്. അപ്പൊ ഡാഡി ഒമാനിൽ ഒരു പ്രിന്റിംഗ് പ്രസ്സിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം ദിസ് മൈ പ്രസന്റ് ഹസ്ബൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് രഞ്ജി. അപ്പം രഞ്ജി അച്ഛൻ റൂയി എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഉള്ളത്. ആൻഡ് ഡാഡി 75 കിലോമീറ്റേഴ്സ് റൂയിന്ന് റുസൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഡാഡി പറയുന്നു ഇങ്ങനൊരു നല്ലൊരു ചെറുപ്പക്കാരനാണ്, വലിയ ഇതൊന്നുമില്ല, വി ഡോണ്ട് നോ ഹിം സോ മച്ച്, ബട്ട് അങ്ങേര് പറഞ്ഞേക്കുക എൻ്റെ പേരൻസിനെ ഞാൻ അങ്ങോട്ട് വിടാം പൂനായിൽ. അപ്പോൾ ഇവർ ഇൻഡോറിലാണ്, പേരൻസിനെ അവിടെ വിടാം. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ പാസ്റ്റർ, അവിടെ അവർ 4 മക്കളാണ്. മൂത്തവർ 3 പേരും അവരവരുടെ താല്പര്യത്തിൽ കല്യാണം കഴിച്ചു. അപ്പം രഞ്ജിച്ചാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പപ്പായ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ള കല്യാണം കഴിക്കണം. ആൻഡ് അങ്ങനെ പറഞ്ഞ് ഇൻഡോറിൽ നിന്ന് അപ്പം ഡാഡിയുടെ കയ്യിൽ കുറേ ഫോട്ടോസ് കൊണ്ടുവന്നു, രഞ്ജിച്ചാൻ്റെയും പപ്പായുടെയും മമ്മിയുടെയും അവരുടെ സിബ്ലിങ്സിൻ്റെ ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഈ ഫാമിലിയെ മാത്രം ഫോട്ടോയിൽ കാണുക. അപ്പം ഇത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യണം. ആൻഡ് ഡാഡി വന്നേക്കുന്ന 1 മാസത്തിൻ്റെ അവധിക്കൂടാ. അപ്പം ഇവര് ഇൻഡോറിൽ നിന്ന് രഞ്ജിച്ചാൻ്റെ പപ്പ, രഞ്ജിച്ചാൻ്റെ ബ്രദർ, മൂത്ത ബ്രദർ, 7 വയസ്സ് മൂത്തുള്ള ബ്രദറുണ്ട്, ആൻഡ് പപ്പയുടെ ബ്രദർ, ഇങ്ങനെ 3 പേര് മാത്രം ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നു, ഞങ്ങളെ പരിചയപ്പെട്ടു. വന്നപ്പോ ഞങ്ങളങ്ങ് കണക്ട് ആയ പോലെ അങ്ങ് തോന്നി. പപ്പ ഒരു നല്ലൊരു പപ്പ. ആൻഡ് അകത്തെ റൂമിൽ വന്ന് എന്നോട് സംസാരിക്കാൻ പപ്പ എൻ്റെ കൈ പിടിച്ച് പറയുക, പപ്പ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക, ഐ നെവർ സീൻ ദം ബിഫോർ. പാസ്റ്റർ പറയാൻ ഞങ്ങൾ അങ്ങനെ പൂനായിൽ നിന്ന് വെളിയിലോട്ടോ മാക്സിമം കോൺഫറൻസിനൊക്കെ ഗുജറാത്തിലും അഹമ്മദാബാദിലും ബോംബെയിലൊക്കെ പോയിട്ടുള്ളൂ. ആൻഡ് മെയിൻ ടോപ്പിക് പറയാനുള്ളത്, ഈ ആലോചന വന്നപ്പോൾ മുതൽ എൻ്റെ സിസ്റ്ററിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ബിക്കോസ് ഇൻഡോർ ഇസ് മധ്യപ്രദേശ്, അവിടൊക്കെ അങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഒരിക്കലും ഇല്ലായിരുന്നു. മധ്യപ്രദേശ് എന്ന് പറഞ്ഞ് അവിടുത്തെ നമ്മുടെ മൈൻഡിലൊരു സെറ്റ് തോട്ട് ഉണ്ട്. അപ്പം ജിഫി, എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ജിഫിയാണ്. ജിഫിക്ക് എപ്പോഴും ആ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് വേണ്ട, സംതിങ് എൽസ് വിൽ കം, ലെറ്റ് ഇറ്റ് കം. അപ്പം ഐ സെഡ് നോ ജിഫി, ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദിസ്, ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. ബിക്കോസ് എൻ്റെ മനസ്സിൽ എൻ്റെ ഫസ്റ്റ് പോയിന്റ് ദൈവമായിട്ടുള്ള കോൺട്രാക്റ്റിൽ ദിസ് ഇസ് മൈ ഫസ്റ്റ് പോയിന്റ്. ഹൂഎവർ ഡാഡി ബ്രിങ്സ് ഐ വിൽ ഗോ അഹെഡ് വിത്ത് ഇറ്റ് എന്നുള്ള പോയിന്റ് എനിക്ക് ടിക്ക് ഇടാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഐ സെഡ് നോ ലെറ്റ് ഡാഡി ഹാസ് ബ്രോട്ട് ദിസ്, വിൽ ജസ്റ്റ് സീ, ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. ആൻഡ് അങ്ങനെ ഇരുന്ന് ഈ 3 പേര് വന്നു, ഞങ്ങളെയൊക്കെ മീറ്റ് ചെയ്തു. ആൻഡ് അവർ കണ്ട ഉടനെ പാസ്റ്റർ അവർ കൺഫേം ചെയ്തിട്ട് ഡിസൈഡ് ചെയ്ത് മിന്ന് വരെ ഡിസൈഡ് ചെയ്തു. ലൈക്ക് അപ്പം എൻഗേജ്മെന്റ് ഇവിടെ ആകാം, കല്യാണം ഇൻഡോറിലാകാം എന്നൊക്കെ എല്ലാം ഡിസൈഡായി. എൻഗേജ്മെന്റിന് അപ്പം ഡാഡിക്ക് 1 മാസത്തിന്റെ അവധിയേ ഉള്ളൂ. സോ ഡാഡി എല്ലാം ഹേസ്റ്റ് ചെയ്യുക, ശരിക്കും എല്ലാം അങ്ങ് ചെയ്യണം ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം എൻഗേജ്മെന്റ് എന്ന് പറയുമ്പം 24th ഏപ്രിലിന്, അപ്പം മെയിലോ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ഡാഡി വന്ന് ഏപ്രിലിൽ എൻഗേജ്മെന്റ് ആകണമെന്ന് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവരങ്ങ് പോയി. They were very happy. They met us. They had a meal with us and all, and they went. അപ്പോഴും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവർ മിക്കവാറും ഇറ്റ്സ് ഓക്കെ, അവർ കൺഫേം ചെയ്യുവാണെങ്കിൽ വിൽ ഗോ അഹെഡ് വിത്ത് ഇറ്റ് എന്നുള്ള സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ എൻഗേജ്മെന്റിൽ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്ത് ഇപ്പം വരുന്ന സൺഡേയിൽ വിളിച്ചു ചൊല്ലുക. ആൻഡ് ഈസ്റ്ററും കൂടെ ആയിരുന്നു, വരുന്ന സൺഡേയിൽ ഈസ്റ്റർ ആയിരുന്നു. ആൻഡ് ഒരു വെനസ്ഡേ ആയപ്പം ഇൻഡോറിൽ നിന്ന് ഒരു ഫോൺ വരിക. ഇൻഡോറിലെ പപ്പ ഫോൺ ചെയ്യാണ്, എൻ്റെ ഫാദർ ഫോൺ എടുത്തു, പറയുക, ജോർജ് മാത്യു, നമുക്ക് ഈ കല്യാണം തൽക്കാലം ഈ പ്ലാൻ നമുക്ക് വേണ്ട. സോ
ഡാഡി പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കേൾക്കുകയാണെന്നേ ഉള്ളൂ. ഐ എം ജസ്റ്റ് ലിസ്ണിംഗ് ടു വാട്ട് ഡാഡി ഈസ് ടോക്കിംഗ്. അപ്പം ഡാഡി പറയുക, എന്താ ജോർജ് സാറേ, അതും ഒരു ജോർജാ, ജോർജ്, ഹീസ് ഓൾസോ എ ജോർജ്. എന്താണ് ജോർജ് സാറേ, നിങ്ങൾ ഇവിടെ വന്ന് നമ്മളെല്ലാം തീരുമാനിച്ചിട്ട് പോയതാണ്, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ്? അപ്പം അവരൊരു റീസണും തരുന്നില്ല. അവരുടെ എന്തോ ഒരു നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റീസൺ, സംതിങ്. അപ്പം ഡാഡി പറഞ്ഞു, നോ പ്രോബ്ലം, അത് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ജസ്റ്റ് കോൾ ഇറ്റ് ഓഫ്, നോ പ്രോബ്ലം. അങ്ങനെ പറഞ്ഞ് ഡാഡി അതങ്ങ് ക്യാൻസൽ ആകാനുള്ള ഇതായി. ക്യാൻസൽ അങ്ങനെ ഫോണിൽ ചെയ്തു. ബട്ട് ഞങ്ങളിവിടെ ഇറ്റ് വാസ് എ ഡൂംസ് ഡേ റിയലി, ബിക്കോസ് എല്ലാവരെയും നമ്മൾ വിളിച്ചു ആലോചന എൻഗേജ്മെൻറ്റ് നടക്കാൻ. പോയി ചെന്ന് കുറച്ച് ജ്വല്ലറി മേടിച്ചു, എവറിഥിങ്. നോ, ഇറ്റ്സ് ഹോൾ ഇവൻറ്റ് ഫോർ അസ്. ഒരു കല്യാണമായി ഇവിടെ, ബിക്കോസ് ഡാഡി മമ്മിയും ഒരു 20-25 ഇയേഴ്സ് പൂനായിൽ താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പം ദിസ് ഈസ് എ ബിഗ് ഹാർട്ട് ബ്രേക്ക് ഫോർ അസ്. എനിക്ക് അങ്ങനെ വലിയ വിഷമമായിട്ട് തോന്നിയില്ല. ബട്ട് എൻ്റെ ഫാദറിനുള്ള വിഷമം, ബിക്കോസ് ഡാഡിക്ക് ഒരു ശകലം ഒരു ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. ബിക്കോസ് അവർ ഞങ്ങളെ ഇവിടെ വന്ന് കണ്ടു, വാക്ക് തന്നു. അല്ലെങ്കിൽ അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഡാഡി അങ്ങനെ വേണ്ട മോളെ, ഇത് നമുക്കുള്ള അല്ലെന്ന് പറഞ്ഞുള്ള ഒരു, ഐ സെഡ് ഡാഡി യെസ് അബ്സല്യൂട്ട്ലി, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ഡാഡി, വി ആർ ഗോയിങ് അഹെഡ്, നോ ഡോണ്ട് വറി, ജസ്റ്റ് ലൈക്ക് യെസ്റ്റർഡേ വിൽ ഗോ മൂവ് ഓൺ. ബട്ട് എൻ്റെ മമ്മിയുടെ മൂത്ത സിസ്റ്ററിൻ്റെ, മീൻസ് ഞങ്ങൾ മമ്മീനാണ് വിളിക്കുന്നത്, മമ്മിയും പപ്പായുമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫാമിലി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പപ്പായും ഡാഡിയും മമ്മിയും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം അവർ ഈ വിഷമം കേട്ടോണ്ട് അവർ ആ രാത്രിയിൽ വീട്ടിൽ വന്ന് ഡാഡി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ബേച്ചാൻ എന്നാ പപ്പയുടെ പേര്. ബേച്ച ഈ കാര്യം അങ്ങോട്ട് ശരിയാകുന്നില്ല, എന്താന്ന് അവർ നല്ലൊരു റീസണും തരുന്നില്ല, അവർ വേണ്ടാന്ന് പറയുക. അപ്പം ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു, സാരമില്ല ജോയി, ഇത് നമുക്ക് വെച്ചിട്ടുള്ള അല്ല, അവർ മിക്കവാറും വി ഡോണ്ട് നോ ദ റീസൺ. ബട്ട് ആ പപ്പ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ ശരിയല്ല ജോയി, നമ്മൾ ജോയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ പേര് ഇവിടെ ജോയി എന്നാ, പെറ്റ് നെയിം ജോയി എന്നാ. സോ അങ്ങനെ ഇത് കാര്യം വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. നാളെ ബിക്കോസ് ഓഫ് ദിസ് സ്മോക്ക് ഒരു കല്യാണ ആലോചന എന്തെങ്കിലും വരുന്ന, ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ ഇൻഡോറിൽ ഒന്ന് പോയി നോക്കാം, നമ്മൾക്ക് പോയി നോക്കാം എന്ന് പറയുക. അപ്പം അന്ന് തന്നെ പാസ്റ്റർ രാത്രിയിലെ ഫ്ലൈറ്റ് പപ്പായും ഡാഡിയും കൂടെ എടുത്തു. ആൻഡ് ദേ ആർ ഗോയിങ് ടു ഇൻഡോറിൽ പോയി, ഫാമിലിയുടെ അടുക്ക് പോയി. അപ്പം ഈ കാര്യങ്ങളൊന്നും മസ്കറ്റിൽ രഞ്ജിച്ചാനൊന്നും അറിയുന്നില്ല, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അവിടെ പോയപ്പം എല്ലാവരും രഞ്ജിച്ചാനെക്കാട്ടിലും ഉള്ളവര് സിബ്ലിങ്സ്. ഒരു സിസ്റ്റർ അവിടുത്തെ ലോക്കൽ ഒരു ആലോചന രഞ്ജിച്ചാന് വേണ്ടി കൊണ്ടുവന്നിട്ട് മമ്മിയോടും പപ്പയോടും പറഞ്ഞു, ഈ പൂനായിൽ കിടക്കുന്ന ഫാമിലിയെ നമ്മൾ കല്യാണത്തിന് എടുക്കുന്നത്, ബിക്കോസ് നമുക്കറിയത്തില്ല അവരുടെ ജീവിത, വി ഡോണ്ട് നോ ദ ഗേൾ. നമുക്കൊരു ഈ ലോക്കൽ ഇവിടുത്തെ മാർത്തുമ തന്നെ ഒരു പെങ്കൊച്ചിനെ രഞ്ജിക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ ആലോചനയിൽ ആ ചേച്ചിയുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ കോൺട്രാക്ടിങ്ങും ബിൽഡറാണ്. അപ്പം ആ ബിൽഡിംഗ് പ്രമാണിച്ച് ആ അങ്ങേരുടെ കോൺട്രാക്ടിങ് ആ കൊച്ചിൻ്റെ ഫാദറിൻ്റെ കൂടെ ബിസിനസ് എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രപ്പോസൽ ചേച്ചി കൊണ്ടുവരുന്നത്. ബട്ട് പപ്പായ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ ഫാമിലിയുടെ പ്രപ്പോസൽ വന്ന്. എന്നാലും ഈ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് മമ്മി പപ്പായും ആ സൈഡിലോട്ട് പതുക്കെ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായിരിക്കും നല്ലത്, ഈ പൂനായി കിടക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ അറിയും, യുനോ. ആൻഡ് അങ്ങനെ ഇത് പതുക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. എന്നാൽ പാസ്റ്റർ അവിടെ മൂത്ത സിസ്റ്ററും മൂത്ത ബ്രദറും അവര് ചിന്തിച്ചു, രഞ്ജി പറഞ്ഞ ഈ പ്രപ്പോസൽ പൂനായിന്ന്, ബിക്കോസ് രഞ്ജിച്ചാൻ അവിടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവിടെ പോകണം, അവരെ ആ ഫാമിലിയെ കാണണം, എനിക്ക് ആ അച്ചായനെ പരിചയമുണ്ട്, ഞങ്ങൾ ജോലിയിൽ വി ആർ അസോസിയേറ്റിംഗ് വിത്ത് ഈച്ച് അതർ,
നിങ്ങൾ അവിടെ പോ, ആ അച്ഛൻ്റെ മോളെ കാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഐ എം റെഡി എന്ന് പറഞ്ഞ് രഞ്ജിച്ചൻ അവരെ ഇങ്ങോട്ട് വിട്ടതാ. അപ്പം ഒരു സിസ്റ്ററും ബ്രദറും ഈ സൈഡിൽ നിൽക്കുക, മറ്റൊരു സിസ്റ്റർ ആണ് മറ്റേ പ്രപ്പോസൽ കൊണ്ടുവന്നത്. ആൻഡ് അപ്പം ഡാഡി ഇതൊക്കെ കണ്ട് ഡാഡി പറഞ്ഞു, ജോർജ് സാറ്, ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ആക്കുന്നില്ല. ഇഫ് യു ആർ ഓക്കെ, സത്യം ഇതറിഞ്ഞല്ലോ ഞങ്ങൾ. അതോർത്ത് ഡാഡിയും പപ്പായും തിരിച്ച് പൂനെക്ക് വന്നു. ഞങ്ങൾ ഇത് നടക്കുന്നില്ലെന്നുള്ള പ്ലാനിൽ. അവിടുന്ന് പാസ്റ്റർ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വരുന്നത്, നമ്മുടെ കാര്യങ്ങൾ ദൈവം അഥവാ ഇഫ് വി ഹാവ് wanted God to interfere in our works, God will make it precious for us. He makes it so precious. He makes it look precious in our own eyes and in the eyes of others. അപ്പം ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ. ഇഫ് ഗോഡ് ഈസ് ഇന്റർവീനിങ്, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി, ഐ ഫീൽ. അപ്പം പപ്പായും ഡാഡിയും തിരിച്ച് പൂനെക്ക് വന്നു പാസ്റ്റർ. ആൻഡ് ബട്ട് അവിടെ ബ്രദറിന്റെ വൈഫ് ഒരു പഞ്ചാബിയാണ്. പഞ്ചാബി ആ ചേച്ചി ഇവിടെ വിളിയോട് വിളി, മാത്യു സാറേ, ഞങ്ങൾ രഞ്ജിയുടെ സൈഡിലാണ്. രഞ്ജി കൊണ്ടുവന്ന പ്രപ്പോസൽ ഞങ്ങൾക്ക് രഞ്ജിക്ക് വേണ്ടി അത് നടത്തി കൊടുക്കണമെന്നാണ് പ്ലാൻ. അപ്പം ഡാഡി പറഞ്ഞു, നിങ്ങളത് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്, ബട്ട് അതല്ലല്ലോ വേണ്ടി, പപ്പായും മമ്മിയുമാണ് വേണ്ടി പറയേണ്ടേ, പപ്പായാ പറയണ്ടേ. ഇതിനകത്ത് മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പ വേണം എന്നോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുമാതിരി പാസ്റ്റർ. ബട്ട് അവര് ജസ്റ്റ് ലൈക്ക് ആസ് ദോ സംതിങ് വാസ് സപ്പോസ് ടു ഹാപ്പൻ. അവര് വിളിച്ച് ഫൈനലി അങ്ങനെ ഇരുന്നപ്പം ബട്ട് ഞങ്ങളത് ഇല്ലെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ പോവും. അപ്പം ഞങ്ങൾ ഇവിടെ ഇനിയും ഡാഡിയും മമ്മിയും തിരിച്ചിനി ആൾക്കാരോടെല്ലാം പറയാൻ പോണമല്ലോ ഇല്ലെന്നുള്ള കാര്യം. അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഡാഡിയും മമ്മിയും ആ മേടിച്ച ജ്വല്ലറി ഏതായാലും ഇപ്പം തൽക്കാലം വേണ്ടെന്നുള്ള ഇതിന് തിരിച്ച് ജ്വല്ലറി ഷോപ്പിലോട്ട് പോയി ഡാഡിയും മമ്മിയും. ആൻഡ് അന്ന് വേറെ ദിവസം ഞാൻ ഡാഡിയോട് ചോദിച്ചു, ഡാഡി ഈ കാര്യങ്ങളൊക്കെ നടക്കുക, ഡാഡിക്ക് രഞ്ജിയെ അല്ലേ പരിചയം, ഈ രഞ്ജിക്ക് എന്തെങ്കിലും അറിയാമോ ഇതിനെക്കുറിച്ച്? സോ എൻ്റെ മനസ്സിൽ ആ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ആയിരുന്നു അത്. ഇറ്റ് ഫോഴ്സ്ഡ് മീ ടു ആസ്ക് ഡാഡി ജസ്റ്റ്. അപ്പം ഫസ്റ്റ് ഞങ്ങൾ അങ്ങനെ വിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. ഐ മീൻ ഡാഡിയുടെ ഡിസിഷൻ എന്താന്ന് വെച്ചാൽ അങ്ങനെ. സോ ഞാനിത് പറഞ്ഞു ഇങ്ങനെ, ഡാഡി ഒന്ന് ചിന്തിച്ചേ, ആ ഒരു രീതി ചിന്തിച്ചേ, രഞ്ജി എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ഇതൊന്നും ചിന്തിക്കാൻ ഞാൻ ഡാഡിക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പം ഡാഡി പറഞ്ഞു, അത് ശരിയാണല്ലോ മോളെ, നമ്മൾ ഈ പേരൻസും ഈ റിലേഷൻഷിപ്സുമായിട്ട് ഞാൻ അല്ലല്ലോ. അപ്പം ഡാഡിക്ക് അത് തോന്നി, ശരിയാ, ഐ ഷുഡ് സ്പീക്ക് ടു രഞ്ജി. ആൻഡ് അപ്പം ഈ ഒരു ആലോചന മസ്കറ്റിൽ ഡാഡിയുടെ ഒരു സീനിയർ ആയിട്ടുള്ള മാനേജർ, ഒരു ഫിലിപ്പ് ഇബ്രഹാം എന്ന് പറഞ്ഞ ഒരു അങ്കിളിൻ്റെ വൈഫും പ്രാർത്ഥനയോടെ ഈ പ്രപ്പോസലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ നല്ല ഫെയ്ത്തിലുള്ള കപ്പിളാണ്. അപ്പം അവിടെ ഒമാനിൽ ഡാഡി തന്നെ ആകാതെ ഡാഡി ഈ കപ്പിളിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ, പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അവർ പോകുന്ന പള്ളിയിലൊക്കെ പോകുമായിരുന്നു. സോ ലൈക്ക് ദാറ്റ് ഇതെല്ലാം ഒരു പ്രേയറിലായിരുന്നു. ആൻഡ് ഡാഡിയുടെ നേച്ചർ അങ്ങനെ ആയിരുന്നു പാസ്റ്റർ. ഇപ്പോഴും അങ്ങനെ തന്നെ, വെരി കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എൻ്റെ ഫാദറിൻ്റെ. ആൻഡ് അതുകൊണ്ട് അപ്പം ഡാഡി എന്താ ചെയ്തു, ഡാഡി ആ ഫിലിപ്പ് സാറെ വിളിച്ചു. ഫിലിപ്പ് സാറിനോട് പറഞ്ഞു, ഫിലിപ്പ് സാറെ, എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്, രഞ്ജിയെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയാമോ എന്ന് പറഞ്ഞു. ഫിലിപ്പ് സാർ ഉടനെ രഞ്ജിയോട് പറഞ്ഞു, രഞ്ജി കോൾ ജോർജ് മാത്യു പൂനെയിൽ, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് ജോർജ് മാത്യു വിളിക്കാൻ. അങ്ങനെ വിളിക്കാൻ രഞ്ജിച്ചാൻ ഫോൺ ചെയ്യുവാണ്, ഞാനാണ് ഫോൺ എടുക്കുന്നത്. ഐ ടുക്ക് ദ കോൾ. അപ്പം ഡാഡിയും മമ്മിയും പുറത്ത് പോയിക്കാണ് ഈ ടു റിട്ടേൺ ദ ജ്വല്ലറി എന്നോൾ. അപ്പം രഞ്ജിച്ചാൻ ഫോണിൽ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഐ എം ജിക്കി ഹിയർ ആൻഡ് മൈ ഡാഡി ഈസ് ഗോൺ ഔട്ട്. So he said, I'm Renji, and what is the matter, Chiki? What is the problem?
So what happened? Daddy wants to speak to me. I said, yes, Daddy, you had wanted to speak to you. Renji, did you speak to your parents? There's some endo on the prashnam. Can you just connect with your people? അപ്പൊ രഞ്ജിക്കൊന്നും ഒരു ഐഡിയ ഇല്ല ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ആൻഡ് ഉടനെ രഞ്ജി സെഡ് ഡോണ്ട് വറി, ഐ വിൽ സ്പീക്ക് ടു മൈ പേരൻസ്. അപ്പം ഞാൻ കരയാൻ തുടങ്ങി, ബിക്കോസ് ഇവിടെ ഡാഡിക്കുള്ള വിഷമം ഐ കനോട്ട് bear this. I said, Renji, you have to speak to your parents. So he said, don't worry, this is all temporary. We will get married. We are getting married. You tell daddy that. I said, okay, let's see. This is not now, right now, it's not in that mood. You do one thing, you speak to your people, then let's speak about it. So Ranishan spoke to his people, ആൻഡ് അവിടെ എന്താ സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് ഉടനെ പപ്പ തിരിച്ചു വിളിക്കുകയാണ്. പപ്പ തിരിച്ചു വിളിച്ചു, ജോർജ് മാത്യു, ഞാൻ എൻ്റെ അപ്പോളജീസ് ഉണ്ട്, നിങ്ങൾ പ്ലീസ് നിങ്ങൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ആൻഡ് പാസ്റ്റർ ആക്ച്വലി പറയാനില്ലേ, ആ സൺഡേ ഈസ്റ്ററിൽ വിളിച്ചു ചൊല്ലുന്ന ആ ഒരു ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ. ബിക്കോസ് അത് വിളിച്ചു ഓൾറെഡി പറഞ്ഞു, എല്ലാവർക്കും അറിയാം, എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. ആൻഡ് വിളിച്ചു ചൊല്ല് നടക്കത്തില്ലല്ലോ, ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി an issue here എന്നുള്ള ഒരു ടെൻഷൻ. ബട്ട് പപ്പ വിളിച്ചു പറഞ്ഞു, ജോർജ് മാത്യു, ഞങ്ങളുടെ ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു, അത് ഞങ്ങളിപ്പം സോൾവ് ആയി. രഞ്ജിക്ക് ഇതാണ് താല്പര്യം. രഞ്ജി പറഞ്ഞു, ഇതാണ് താല്പര്യം, വി ആർ ഗോയിങ് അഹെഡ്, പ്ലീസ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടെ വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് എൻഗേജ്മെന്റ് പാസ്റ്റർ. അപ്പം ടെൻഷന്റെ കാരണം കൊണ്ട് എനിക്കാണെ വാ മുഴുവൻ ബ്ലിസ്റ്റേഴ്സ് ആയി. ടെൻഷൻ, എനിക്ക് സമാധാനം ഇല്ല, ബിക്കോസ് ഓഫ് ഓൾ ദിസ് ടെൻഷൻ. അപ്പോഴെല്ലാം പാസ്റ്റർ, ഐ എം ഓൺ മൈ നീസ് ഇൻ പ്രേയർ. Lord, if it's thy will, let this move. If it is not your plan for this, I don't want this to happen. എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട്, ഞങ്ങളുടെ ആരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിട്ട് ആണെങ്കിൽ ദൈവമേ ഇത് പ്ലീസ് മൂവ് ഇറ്റ് അവേ. We don't want, but if it is your will, I will stand by it. Whatever happens, let it happen. I'm ready for it. And so we proceeded for the engagement, pastor. എൻഗേജ്മെന്റിന്റെ ദിവസത്തിൽ ഇവര് ഒരു നല്ല ബസ് നിറച്ച ആൾക്കാർ വന്നു ഇൻഡോറിൽ നിന്ന്. ആൻഡ് ഞങ്ങളുടെ സെലക്റ്റഡ് ഫ്യൂ ആൾക്കാരെ ഡാഡി ഇൻവൈറ്റ് ചെയ്തു. എൻഗേജ്മെന്റ് ആണല്ലോ. ആൻഡ് എൻഗേജ്മെന്റിൽ ഞാൻ സിറ്റുവേഷൻ ഒത്തിരി വിഷമം, ടെൻഷൻ, സ്ട്രെസ് എല്ലാം കൂടെ ആയി. അപ്പോൾ ഐ എം ഓൺലി 24 years old. ഈ ഡിഫിക്കൽട്ട് സ്ട്രെസ് ഒന്നും നമുക്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. മമ്മി വിഷമിച്ച്, ഡാഡിയും വിഷമിച്ച്, ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം ഒരു വിഷമത്തിലുള്ള ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ചെയ്തല്ലോ അവർ നമ്മളോടെന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പം എൻഗേജ്മെന്റിന് ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്, ഇൻഡോറിലെ ആൾക്കാർ. ഞങ്ങൾ എന്താന്നേലും ഒന്ന് ചിരിച്ചും കളിച്ചും ചിരിച്ചെടുത്ത ആ സിറ്റുവേഷൻ സംഭവം. ആൻഡ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. എൻഗേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പം രഞ്ജിച്ചാൻ്റെ പപ്പ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം മിസ്സാകരുത്. അപ്പം എൻഗേജ്മെന്റ് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ റിലേറ്റീവ്സ് ഓരോരുത്തർ വന്ന് എന്നോട് പല രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം മോൾ എപ്പോഴാണ് മസ്കറ്റിൽ പോയത്, എപ്പോഴാണ് മോള് മസ്കറ്റിൽ പോയിട്ടുണ്ടോ, മോൾ രഞ്ജി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ വേറെ വേറെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ഓർക്കുമോ, ഇവർ എന്തിനാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? ഞാൻ ഇവിടെ പൂനെന്ന് പോലും വിട്ടിട്ടില്ല. ഇല്ല ഞാൻ പോയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുക. ആൻഡ് എല്ലാം ഒരു എൻഗേജ്മെന്റിന്റെ എൻഡ് ആയപ്പം പ്രാർത്ഥനയിലൊക്കെ കഴിഞ്ഞു. ആൻഡ് എൻഗേജ്മെന്റ് കഴിയാറായപ്പം പപ്പ പറഞ്ഞു, ജോർജ് മാത്യു, ഞങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞങ്ങൾക്കൊരു പോയിന്റ് ഉണ്ട്, ക്യാൻ യു ക്ലാരിഫൈ ദിസ്? ഞങ്ങൾക്കൊരു ഡാഡി പറഞ്ഞു, ദിസ് ഇസ് ദ ബെസ്റ്റ് മൊമെന്റ്, എന്താണ് നിങ്ങൾക്ക് മനസ്സിനുള്ളത്, പ്ലീസ് ക്ലാരിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞിപ്പം പപ്പ ഇരുന്നിട്ട് പറയാണ്, മോളെ ജോർജ് മാത്യു മസ്കറ്റിൽ കൊണ്ടുപോയിട്ടോ? ആൻഡ് സോ
ഡാഡി പറഞ്ഞു, മോളെ മസ്കറ്റിൽ ഒരിക്കലും ഞാൻ കൊണ്ടുപോയിട്ടില്ല പിള്ളേരെ, അത് എൻ്റെ ഫാമിലിയെ ഞങ്ങൾ കൊണ്ടുപോയിട്ടേ ഇല്ല. അവളുടെ പാസ്പോർട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയും. ആൻഡ് സോ അയ്യോ അത് കേട്ടാൽ മതിയായിരുന്നു ജോർജ് സാറെ. പപ്പ പറയാണ്, ദാറ്റ് വാസ് വാട്ട് വി നീഡഡ് ടു നോ. ബിക്കോസ് ഇവര് ഇൻഡോറിൽ ഡിസൈഡ് ചെയ്തു. ബിക്കോസ് രഞ്ജിച്ചാനും എന്നെ കാണണമെന്നോ ഒന്നും പറയുന്നില്ല, ഞാനും കാണണമെന്നൊന്നും പറയുന്നില്ല. എൻഗേജ്മെന്റിന് ചെറുക്കൻ വന്നിട്ടില്ല. ഈ എൻഗേജ്മെന്റ് നടക്കുകയാണ്, ചെറുക്കൻ വന്നിട്ടില്ല. ആൻഡ് അപ്പം എൻ്റെ നെക്സ്റ്റ് ബോക്സും ടിക്കായി പാസ്റ്റർ. എനിക്ക് ചെറുക്കനെ കണ്ട് ഉള്ള കല്യാണം അത്യാവശ്യം. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ ബോയ് എന്നാൽ വരെ ഞാൻ ജീസസിനോട് പറഞ്ഞ് I told him I don't want to see the boy. If you have decided somebody, bring that person to me, I will get married to him, but it should be through my father. So pastor, my second box was also clicking. The boy was not there for the engagement. ഇവരുടെ മനസ്സിൽ എൻ്റെ ഫാദർ എന്നെ മസ്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിനാണ് എൻ്റെ ഫാദർ ഇങ്ങനെ ധൃതി വെക്കുന്നത്, കല്യാണം എടുക്കണം, കഴിപ്പിക്കണം. രഞ്ജിയും അവിടെ പറയണു ഇവരുടെ കൂടെ നമുക്ക് കല്യാണം ഈ ഫാമിലിയുമായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ. ഫൈനലി ഇത് പറഞ്ഞപ്പം അവരൊക്കെ ഒരു they were okay with that. അങ്ങനാണ്. ബട്ട് ഫൈനലി വി ഗോട്ട് മാരിഡ്. നൗ ഇറ്റ്സ് 25+ years we have married. ആൻഡ് അങ്ങനെ ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞു. ആൻഡ് കല്യാണം മണ്ഡപത്തിലാണ് ഞങ്ങൾ ആക്ച്വലി തമ്മിൽ ഇൻട്രൊഡ്യൂസ് ആകുന്നത്. ഞങ്ങൾ അതിന് മുമ്പിലും മീറ്റ് ചെയ്തില്ല, ഫോണിൽ കൂടും. ആൻഡ് പപ്പായും കുറെ സ്ട്രിക്റ്റാ. പപ്പായും ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലായോണ്ട് പപ്പായും അത് ഞങ്ങൾ കാണണമെന്നൊന്നും എൻകറേജ് ചെയ്തില്ല. ആൻഡ് രഞ്ജിച്ചാൻ മസ്കറ്റിലാണ്. സോ അങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞു. കല്യാണം ഇവിടുത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇൻഡോറിൽ ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞ് പാസ്റ്റർ ഞാൻ 3-4 months I stayed in Indore with my parents-in-law. I got the good chance to interact with them. അപ്പോഴാണ് I fully understood Lord planned me to go to that house where they are all to say they are Christians. All are Christians, but ഒരു prayerful life ഇച്ചിരി ലാക്കിംഗ് ആണ് അവിടെ. ബിക്കോസ് മമ്മി അവർ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു കണക്ഷൻ, ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ കാണുന്നില്ല. എനിക്ക് അവിടെ അങ്ങനത്തെ ഒരു വൈബ് തോന്നി. അവിടെ ചെന്ന് ഞാൻ പപ്പ മമ്മി എല്ലാ രാത്രിയും ഞങ്ങൾ പ്രാർത്ഥനയിലും ഞങ്ങളുടെ മാർത്തോമ പള്ളിയിൽ പാടുന്ന പാട്ടുകളൊക്കെ മമ്മിക്കും അറിയാം. അങ്ങനെ സോ ഞാനും ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടാന്ന് പറഞ്ഞ് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ മമ്മിക്ക് പറഞ്ഞു വന്നപ്പം മമ്മി ജെൽഡ് വിത്ത് ഞാനും മമ്മിയും പപ്പായുമായിട്ട് നല്ല ഒരു ഫെയ്ത്തിലും ഗോഡ്ലി അറ്റ്മോസ്ഫിയറും മാക്സിമം 3 months ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വി വെന്റ് ഓഫ് ടു മസ്കറ്റ്. ഞാൻ മസ്കറ്റിൽ പോയി പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മസ്കറ്റിൽ പോയി ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യാൻ I started working and all there. എൻ്റെ ഫസ്റ്റ് ജോബ് WS Atkins എന്ന് പറഞ്ഞൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എനിക്ക് കിട്ടി. പാസ്റ്റർ എവറി ഡേ മൈ ഡേയ്സ് were in prayer. ജോലി കിട്ടാൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്, നോട്ട് ഈസി അറ്റ് ഓൾ. പ്രാർത്ഥനയിൽ ഐ ഗോട്ട് മൈ ജോബ്. ആ ജോലി കിട്ടി. ഓൾ ആർ അമേരിക്കൻസ് ആൻഡ് ബ്രിട്ടീഷ് ആൾക്കാരുടെ ഒരു കമ്പനിയാണ്. അവിടുത്തെ ബുർജുൽ അറബ് ഡിസൈൻ ചെയ്ത് ഡിസൈനിങ് കമ്പനിയാണ് WS Atkins എന്ന് പറയുന്നത്. And there I passed through an interview and I got the job. അവിടെ ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സും ചെയ്തു. ആൻഡ് അപ്പം CV ഒക്കെ കാണാൻ നല്ല സ്ട്രോങ് CV ആണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ലാംഗ്വേജ് ഒത്തിരി സ്ട്രോങ് ആണ്. ഇംഗ്ലീഷിൽ എനിക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടെന്നൊക്കെ കണ്ടപ്പം they were very glad. അവരെന്നെ ക്വിക്ക്ലി they took me for the job. ജോബ് എടുത്തു. ബട്ട് ഞങ്ങളുടെ റെസിഡൻറ്റ് ഡയറക്ടർ ഒരു ബ്രിട്ടീഷ് മനുഷ്യനാണ്. അങ്ങേരുടെ നേച്ചർ ഇച്ചിരി ഒരു ഡിഫിക്കൾട്ട് നേച്ചറായിരുന്നു. ആൻഡ് 2 മലയാളീസ് ഉണ്ടായിരുന്നു. 2 മലയാളീസ് ഉള്ളൂ അവിടെ ആ കമ്പനി ഞാൻ ജോയിൻ ചെയ്തപ്പം. HR മാനേജറായിട്ടിരിക്കുന്ന ഒരു ലേഡിയും
അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്ന ഒരു ആളും മലയാളി ആൾക്കാരാണ്. സോ എനിക്ക് തോന്നി ആ ഒരു സിറ്റുവേഷൻ ഒത്തിരി നല്ല, അയ്യോ എനിക്ക് നല്ല ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ തന്നെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുമായിരുന്നു. ജോലി കയറിയതിൻ്റെ നെക്സ്റ്റ് വീക്ക് തന്നെ ഈ HR, അപ്പം അവരുടെ ക്വാളിഫിക്കേഷൻ ഇച്ചിരി ലോ ആയിരുന്നു. ഷീ ഈസ് നോട്ട് ദാറ്റ് ക്വാളിഫൈഡ്. എന്നോട് വന്ന് പറഞ്ഞു, യു ഡോണ്ട് ട്രൈ ടു ടേക്ക് മൈ ചെയർ, ഡോണ്ട് ട്രൈ ടു ടേക്ക് മൈ സീറ്റ്. I said, my God, I never, അങ്ങനത്തെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. I'm not for that here. I have my own, my own work. So that should not be a problem for you എന്ന് പറഞ്ഞ് അങ്ങനൊക്കെ ഇച്ചിരി അവരൊരു എഡങ്കേഡായിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. ആൾക്കാർ ഇപ്പോൾ എൻജിനീയേഴ്സും ആർക്കിടെക്ട്സും ആ ഈ കമ്പനിയിലുള്ളത്. അവർക്ക് വരാനുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ ആക്സസറീസ് ഒന്നും അവർക്ക് നേരെ ചെല്ലത്തില്ല. ദിസ് പേഴ്സൺ, മലയാളി, അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, അവരിതൊക്കെ മാറ്റി വെക്കുമായിരുന്നു. കിട്ടാനുള്ള അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ ഷീ യൂസ് ടു ഡു, ബിക്കോസ് ഷീ വാസ് കേപ്പബിൾ ഓഫ്, ഷീ വാസ് ഇൻ പൊസിഷൻ ടു ഡു ദാറ്റ്. ബട്ട് സംഹൗ ഷീ ഗോട്ട് ഫ്രണ്ട്ലി ടു മീ. എന്നോട് നല്ല ഓക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു ഗ്രഡ്ജ് എന്നോട് കാണിക്കുന്നില്ല. ആൻഡ് അങ്ങനെ ഒരു ദിവസം, അപ്പം വീക്കെൻഡ്സിൽ ആ സമയത്ത് പാസ്റ്റർ എനിക്ക് ഓൾറെഡി എൻ്റെ മോനുണ്ട്. മോനെ ഞാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മാനേജ് ലൈഫ്. ഹസ്ബൻഡും ജോലിക്ക് പോവുക, ഞാനും ജോലിക്ക് പോവുക. മോനെ ഞങ്ങൾ ക്രഷിൽ വിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ആൻഡ് അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഹസ്ബൻഡും ഞാനും ഡിസൈഡ് ചെയ്തു, വീക്കെൻഡ്സിൽ നമുക്ക് മാക്സിമം ഒക്കത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞേര്. എൻ്റെ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു, എന്തുവാണേലും ആദ്യമേ അങ്ങ് പറഞ്ഞ് ഒഴിയണം. ആൻഡ് അപ്പം ഒരു ദിവസം എന്നെ ആ റെസിഡൻറ്റ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിക്കി, യു ഹാവ് ടു കം നെക്സ്റ്റ് വീക്കെൻഡ്. സോ മഞ്ജു വിൽ ബി റിലീവ്, യു ഹാവ് ടു കം ദ വീക്കെൻഡ്. അപ്പം പാസ്റ്റർ അവിടെ ന്യൂ ആയിട്ട് ജോലി ചെയ്യുന്നവർ റിസപ്ഷൻ ആദ്യം ഒന്ന് ടേക്ക് കെയർ ചെയ്യും. സോ ദാറ്റ്, ബ്രിട്ടീഷേഴ്സിൻ്റെ വേ ഓഫ് തിങ്കിങ് എന്താണെന്നറിയാം. ഫസ്റ്റ് വരുമ്പം അഡ്മിനായിട്ട് വരുന്നവർ ആദ്യം റിസപ്ഷൻ ഹാൻഡിൽ ചെയ്യണം. റിസപ്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പം കസ്റ്റമേഴ്സിനോട് സംസാരിക്കും. യു വിൽ ഇൻറ്ററാക്ട് വിത്ത് എവ്രി വൺ അറ്റ് ദ റിസപ്ഷൻ ലെവൽ. അപ്പോൾ എൻ്റെ പ്രൊബേഷൻ പീരീഡ് ഒരു റിസപ്ഷൻ ലെവലിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലേ ഉള്ളൂ അകത്തോട്ട് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ കമ്പനി ഫോർ എ പെർമനൻറ്റ് പൊസിഷൻ. അപ്പം ഈ പ്രൊബേഷൻ പീരീഡിൽ യൂഷ്വലി നമ്മളൊന്നും ഡിനൈ ചെയ്യത്തില്ല. ഐ മീൻ വേണ്ടെന്ന് പറയത്തില്ല. ബോസ് വിളിക്കുവാണെങ്കിൽ വി ഹാവ് ടു ബി ദെയർ. ബട്ട് ഞങ്ങൾ ഇത് ഡിസൈഡ് ചെയ്തുകൊണ്ട് എൻ്റെ ബോസ് അങ്ങേര് വിളിച്ചപ്പം, ജിക്കി, യു ഹാവ് ടു കം ഇൻ ദ വീക്കെൻഡ്. അപ്പം ഞാൻ പറഞ്ഞു, സോറി വിക്ടർ, ഐ കനോട്ട് കം ഇൻ ദ വീക്കെൻഡ്. ഐ ഹാവ് എ ബേബി ആൻഡ് ഐ ഹാവ് ടു ബി ഹോം വിത്ത് ദ ബേബി. ഇത് അങ്ങേർക്ക് പിടിച്ചില്ല. ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. ആൻഡ് അന്ന് മുതൽ എന്നോട് അങ്ങേരൊരു ഡിസ്ലൈക്ക് കാണിക്കുകയാണ്. എന്നോട് സംസാരിക്കുന്നില്ല. എന്നോട് സംസാരിക്കാനുള്ളതെല്ലാം ചെറിയ യെല്ലോ സ്റ്റിക്കി നോട്ട്സിലിട്ടിട്ട് അങ്ങേര് വന്ന് എൻ്റെ ടേബിളിൽ വന്ന് സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പം ഹിൽ സോർട്ട് ഓഫ് നോട്ട് ഓഫ് മച്ച് ഒരു നല്ല ഒരു വൈബ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇങ്ങേരെ എനിക്ക് എല്ലാവർക്കും പേടിയായി. ഈ അങ്ങേരെ അയാൾ ആരോടും ശരിക്കും സംസാരിക്കത്തില്ല. ബ്രിട്ടീഷുകാരനാണ്. ആൻഡ് ഹീസ് എ ബ്രിട്ട്. ബട്ട് അങ്ങേര് ആരോടും നല്ല രീതിയിൽ സംസാരിക്കില്ല. ഓൺലി ഹി വിൽ ടോക്ക് ടു HR മാനേജർ ആൻഡ് ദി അക്കൗണ്ടന്റ്. അപ്പം ബാക്കിയുള്ള എൻജിനീയേഴ്സും ആർക്കിടെക്ട്സിനും ഇതൊരു ഭാരമായിരുന്നു. എല്ലാവർക്കും മനസ്സിൽ ഈ വിക്ടർ ഈസിനെ ഇഷ്ടമേ ഇല്ല. അയാൾ പ്രൊമോഷൻ തരത്തില്ല. പ്രോജക്ട്സ് ഒന്നും ഇല്ല. ഇപ്പം ഉള്ള പ്രോജക്ട്സും ഇയാളുടെ കാരണം കൊണ്ട് കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പം എന്നോട് ഒരു ദിവസം ഈ അക്കൗണ്ടന്റ് മാർത്തമാക്കാരനാണ് എന്നോട്, അപ്പം ഞാൻ റെഗുലർലി, പാസ്റ്റർ അവിടുത്തെ കാര്യം എങ്ങനെയാണെന്നറിയാം, നമുക്ക് വർക്ക് വീസ കിട്ടിയില്ലെങ്കിലല്ലേ വി ഹാവ് ടു ജസ്റ്റ് വി കനോട്ട് വർക്ക്. അപ്പം ഹസ്ബൻഡ് വീസയിൽ വി കനോട്ട് വർക്ക്. തുടങ്ങുന്നത് നമ്മൾ ഹസ്ബൻഡ് വീസയിലാണ് കയറുന്നത്. ബട്ട് പെട്ടെന്ന് ഒരു മാസത്തിനകം വർക്ക് വീസ റെഡി ആകണം. അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ വർക്ക് വീസ ഒന്നും റെഡി ആകുന്നില്ല. ഇത് പ്രൊബേഷൻ പീരീഡും കഴിഞ്ഞു, 1 വർഷം ആകാറായി. എൻ്റെ വീസയുടെ കാര്യം ഇവരാരും ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുമ്പോഴെല്ലാം
അത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നില്ല, ദർ ഇസ് നോ അതിന് പെർമിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഒരു ദിവസം എന്നോട് ഈ അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ് ആണ്, അങ്ങേരാണ് ഞങ്ങളുടെ സാലറിയും തരുന്നത് എല്ലാം. സോ എന്നോടൊരു റിയലി ഒരു ബാഡ് രീതിയിൽ എന്നോട് പറഞ്ഞു, ജിക്കി കുറച്ച് നാൾ ഇങ്ങനെ ചരച്ചിട്ടെ ജിക്കി. അപ്പം ഞാൻ പാസ്റ്റർ ഫസ്റ്റ് ടൈം ഐ എം ഹിയറിംഗ് ദാറ്റ് വേർഡ്, യുനോ, അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ ലൈഫിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സീരിയസ്നെസ് മനസ്സിലായില്ല. കുറച്ച് നാൾ ഇങ്ങനെ ചരച്ചിട്ട് ജിക്കി ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ വർക്ക് ഹിയർ ഫോർ, ഐ ഡോണ്ട് തിങ്ക് യു വിൽ വർക്ക് ഹിയർ ഫോർ മോർ ദാൻ 2-3 more months. I said that's very sad. ഞാനാണ് I'm doing my best. അപ്പൊ എനിക്കറിയാം ഇവരാണ് ഇത് ചെയ്യേണ്ടത്. ഈ 2 പാർട്ടീസ് വിസയുടെ കാര്യം ഇവരുടെ കയ്യിലാണ്. ആൻഡ് വിക്ടറിനോട് ചോദിക്കാനൊക്കത്തില്ല. വിക്ടറിനോട് ചോദിച്ചാൽ വിക്ടർ പറയും ഇവരോട് ചോദിക്കണം. അങ്ങനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇരിക്കുകയാണ് ഇവര്. നമ്മുടെ വിസ മാത്രം ശരിയാകുന്നില്ല, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വിസ ഉണ്ട്. വേഴ്സ്റ്റ് തിങ് ഈസ് അവിടുന്ന് ചെക്കിങ്ങിന് പോലീസ് വരും, സിവിൽ ക്ലോത്ത്സിൽ വരും. ഇതെങ്ങനെയും ഇവിടെ അറിയുമ്പം ഞാൻ ഐ ഹാവ് ടു ഗോ ആൻഡ് ഹൈഡ്. ഞാൻ എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ട്ലി ദേ വിൽ പുട്ട് മീ ആൻഡ് മൈ ഹസ്ബൻഡ് ഇൻ ജയിൽ. അപ്പം എൻ്റെ ഭാരം ഇതൊരു ബിഗ് ബേർഡൻ ആയിരുന്നു പാസ്റ്റർ. ഞാൻ വീട്ടിൽ പോയി എന്നും പ്രാർത്ഥിക്കും, ദൈവമേ, ഐ നീഡ് ദ ജോബ്, ഐ കനോട്ട് വി നീഡ് ദ ജോബ്, ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് കുഞ്ഞിനെ ക്രഷിൽ വിടുകയാണ്, ഓൾ ദിസ്. ആൻഡ് എവറി ഡേ ഐ എം ഗോയിങ് ബാക്ക് ആൻഡ് ക്രൈങ് അറ്റ് ഹോം. രഞ്ജിച്ചാനോട് പറയുക, അച്ഛൻ, this man told me like this person told me like this, I'm so delicate and so fragile, ആര് പറഞ്ഞാലും നമുക്കങ്ങ് ഹേർട്ട് ആകുക, all these issues are there. But രഞ്ജിച്ചാൻ പറഞ്ഞു, don't tell me all this, you cannot, I cannot help you on this is, you have to handle this. അങ്ങനെ പറഞ്ഞ്, so he left me with Christ. I was down on my knees, Lord, you have to, again back on my knees. Every situation was in prayer. That's basically what I have to say. In prayer, Lord, you show me the way. I cannot go to office tomorrow. ആ ഒരു പേടി, tomorrow പോണെങ്കിൽ ഐ എം നോട്ട് പ്രിപ്പയർഡ്, ഐ cannot face these people, I cannot. പാസ്റ്റർ അങ്ങനെ ഞാൻ മാനേജ് ചെയ്തു 1 whole year. എക്സാക്ട്ലി 1 year കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, ഫിനിഷ്, ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രിപ്പയർ ആയി, ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്, ഐ ഹാവ് ടു ലുക്ക് ഫോർ അനദർ ജോബ്. ബട്ട് പാസ്റ്റർ, ഒരാഴ്ച, 1 week before my 1 year, we are getting notice, ഞങ്ങളുടെ ദുബായ് ഓഫീസിലായിരുന്നു ഞങ്ങളുടെ മെയിൻ ഓഫീസ്. അവിടുന്ന് വലിയ ആള് വരുവാണ്, ഞങ്ങളുടെ ഒക്കെ വലിയ ആളാണ്, ബ്രിട്ടീഷ്. അങ്ങേര് വരുവാന്ന് പറഞ്ഞാൽ ഹീസ് കമ്മിങ് ഫോർ എ മേജർ ഡിസിഷൻ മേക്കിംഗ്. ഹീ കംസ് ആൻഡ് ഒരു വലിയ ചേഞ്ച് നടക്കുകയാണ്. ഞാൻ ഇച്ചിരി ജൂനിയറാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ കാണുകയാണ് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് ചേഞ്ച് ആകാൻ പോവുക. സംതിങ് ഇസ് ഗോയിങ് ടു ചേഞ്ച് ആൻഡ് വാട്ട് ഇസ് പ്രോബബ്ലി ഗോയിങ് ടു സാക്ക് സം പീപ്പിൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പം ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു, ഇമെയിൽ വരുവാണ്, വിക്ടർ റീസ് ഇസ് ബീയിങ് സാക്ഡ്. ഞങ്ങളുടെ റെസിഡന്റ് ഡയറക്ടർ എൻ്റെ പ്രോബ്ലം അങ്ങേരെ സാക്ക് ചെയ്തു. ആൻഡ് എനിക്ക് ആക്ച്വലി ആകാൻ കുറേ ടൈം എടുത്തു. Then I just said, this is my Lord's prayer answered. My prayer is being answered. Jesus, thank you. Praise the Lord. If he is being sacked, he is being... അപ്പം എല്ലാവരെയും ഒരു റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്, ഇങ്ങേരെ സാക്ക് ചെയ്യാണ്. ഇനി ഇങ്ങേരുടെ സ്ഥലത്ത് ഒരു കപ്പിൾ വരുവാണ്, ബ്രിട്ടീഷ് കപ്പിൾ വരുവാണ്. ബോത്ത് ആർ ഹൈലി ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ്. they are going to take over. അവരാണ് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോഴും പാസ്റ്റർ, എൻ്റെ സിറ്റുവേഷൻ, ഐ എം സ്റ്റിൽ വിത്തൗട്ട് വിസ. ഓക്കെ, എനിവേ, ദിസ് ഈസ് ഫൈൻ. ആൻഡ് ഒരാഴ്ചക്കകം ഈ പുതിയ കപ്പിൾ, ബ്രിട്ടീഷ് കപ്പിൾ വരികയാണ് കമ്പനിയിൽ. അവർ വരികയാണ്, വെരി ലവിങ് പീപ്പിൾ, നല്ല, മീൻസ് എൻ്റെ പേരൻസിനെ കാട്ടും ഐ ഫീൽ അമേസിങ് പീപ്പിൾ. ഹസ്ബൻഡ് റെസിഡന്റ് ഡയറക്ടറായിട്ട്, വൈഫ് ഷീൽ ഹാൻഡിൽ ദി ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ്.
Husband will take care of everything, overall restaurant director. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്തും പാസ്റ്റർ റിസപ്ഷൻ ലെവലാണ്. എന്നും പ്രാർത്ഥനയില്ല. ഞാൻ മുട്ടിൽ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ദൈവമേ, ലോർഡ് ജീസസ്, യു ഹാവ് എൻ ആൻസർ ടു മൈ പ്രേയർ, താങ്ക് യു ഫാദർ. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ my words, my speech and everything was improving. The moment I speak to somebody, they're all happy with me എന്നൊക്കെയുള്ള റീസൺ, ഒരു സിറ്റുവേഷൻ. അപ്പം ഡെറിക് ഹാർട്ട്ലി ഒരു സ്പീച്ച് തന്നു. അപ്പം പുതിയതായിട്ട് വന്ന റെസ്റ്റോറൻറ്റ് ഡയറക്ടറാണ്. അങ്ങേര് പറഞ്ഞു, മൈ ഡോർസ് ആർ ഓപ്പൺ ഫോർ ഓൾ ടു കം ആൻഡ് സ്പീക്ക് ടു മീ ഡയറക്ട്ലി. അപ്പം പ്രീവിയസ്ലി അങ്ങനെ അല്ലായിരുന്നു. പ്രീവിയസ്ലി ഞങ്ങൾക്ക് വിക്ടറീസുമായിട്ട് സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ആൻഡ് സ്പീക്ക് ടു HR, അഡ്മിൻ മാനേജർ. അഡ്മിൻ മാനേജറിനോട് സംസാരിച്ച് ഇയാളോട് പറഞ്ഞിട്ട് അവരാണ് നമ്മളോട് പറയുന്നത് റിസൾട്ട്. ബട്ട് ഡെറിക് ആ സിറ്റുവേഷൻ അങ്ങ് ചേഞ്ച് ചെയ്തു. ഡെറിക് പറഞ്ഞു, ദ ഡോർസ് ആർ ഓപ്പൺ ഫോർ all of you directly to come and speak to me. For me, that was what I wanted to hear. ഞാൻ അത് റെൻഷാനോട് പോയി പറഞ്ഞു. I said, see, Derek has said like this and I think I'm going to speak to Derek. ഞാൻ ഡെറിക്കിനോട് പോയി സംസാരിക്കാൻ പോവാം. അപ്പം ഈ ജൂനിയർ ലെവലിലാവുമ്പം പാസ്റ്റർ നമുക്ക് എപ്പോഴും ഒരു വിഡ്രോവൽ പോലാണ്. അയ്യോ, അത് ഒരു റീസൺ വേണ്ടല്ലോ, നമുക്ക് ജോലി പോകാനുള്ള പേടി എപ്പോഴും. സോ ഞാൻ ഫുൾ കറേജിൽ ഐ സെഡ്, ലോർഡ്, ഐ എം ഗോയിങ് ഇൻ പ്രേയർ, ഐ ഹാവ് ടു സ്പീക്ക് ടു ഡെറിക് അബൌട്ട് ഇറ്റ്. കിട്ടിയെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ഹോം എന്നുള്ള രീതിയിൽ ഐ ബോൾഡ്ലി വെന്റ് ഇൻ ടു ഡെറിക്സ് ഓഫീസ്. ഞാൻ ഡെറിക്കിൻ്റെ ഓഫീസിൽ പോയിട്ട് ഡെറിക് സെഡ്, പ്ലീസ് കം ഇൻ മൈ ഡിയർ എന്ന് പറഞ്ഞു. അപ്പം അവരെ ഒത്തിരി എൽഡർലി ആൾക്കാരാണ് ആൻഡ് അവർ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ട് കണ്ട്. അപ്പം മൈ ഡിയർ, അപ്പം ഞാൻ ആക്ച്വലി അവിടുത്തെ യങ്ങസ്റ്റ് ആയിരുന്നു. ആൻഡ് ഞാൻ ഐ സെഡ്, ഡെറിക്, ഐ ഹാവ് സംതിങ് വെരി important to discuss with you. Can I take some time? അയാൾ അങ്ങളുടെ ഫയലും ലാപ്ടോപ്പും എല്ലാം ക്ലോസ് ചെയ്തിട്ട്, യെസ് മൈ ഡിയർ, ടെൽ മീ, വാട്ട്സ് യുവർ പ്രോബ്ലം? I said, Derek, I've been here since ഒരു വർഷമായി, എൻ്റെ വിസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെറിക് പറഞ്ഞു, are you telling me 1 year you have worked without visa? So എന്നോട് ഞാൻ പറഞ്ഞു, yes Derek, I've been running around whenever the people come. I have to go and hide somewhere and this has been the situation. He's saying, I can't believe this, come with me my dear എന്ന് പറഞ്ഞു എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈയും ഇട്ടുകൊണ്ട് നേരെ ഞങ്ങൾ ഈ അക്കൗണ്ടന്റിന് അടുക്കള പോയെ. അപ്പോൾ ഡെറിക്കിനോട് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്ക് ജോലി, ഐ നീഡ് ദിസ് ജോബ് ഡെറിക്, my qualification is this. I showed him. He said, I have your CV with me. I have already gone through everybody's CV and I know each one of you are capable enough to sit in that position and I know your background. I know everything, so you don't have to worry about that. It's not your fault എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഈ അക്കൗണ്ടന്റിന് അടുക്കള കൊണ്ടുപോയി. അപ്പം എനിക്ക് അന്ന് ആ പേടിയില്ലായിരുന്നു. That day I was so fully sure everything is going right because my Lord has shown me the way. ഞങ്ങൾ ആ ഓഫീസിൽ പോയി. അപ്പോൾ അങ്ങേരൊക്കെ ഓഫീസിലായിരിക്കുന്നത്, ഞങ്ങൾ ഓപ്പൺ ക്യൂബിക്കിൾസിലായിരിക്കുന്നത്. സീനിയർ അക്കൗണ്ടന്റ് അടുത്ത് ഞങ്ങൾ ചെന്നപ്പം ഈ സീനിയർ അക്കൗണ്ടന്റ് ടേബിളിന്റെ പുറത്താണ് കാല് വെച്ചിരിക്കുന്നത് ആൻഡ് ഹീ സ്മോക്കിംഗ് എ സിഗരറ്റ്. ആൻഡ് അങ്ങനെ മീൻസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അവരുടെ ജോലിയൊക്കെ ഒരിക്കലും പോത്തില്ല. ഞങ്ങളൊക്കെ അങ്ങ് പില്ലേഴ്സ് ആ കമ്പനിയുടെ ഒക്കെ ഒരു ഫീലിംഗ്. മലയാളിയാണ്. അപ്പം ഡെറിക് ഇത് കണ്ടുകൊണ്ട് അവിടെ ഞാനും ഡെറിക്കും നിൽക്കുകയാണ്. ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ട് ഫോണിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോടും മലയാളത്തിൽ. എനിക്ക് മനസ്സിലാകും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ടോക്കിംഗ്. അപ്പോൾ ഡെറിക് എന്നെ നോക്കുക, ദിസ് ഇസ് നോട്ട് വെരി പ്ലസന്റ് എന്ന് പറഞ്ഞു. ഡെറിക്കിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയർ നേരെയൊക്കെ ആക്കിയിട്ട് ഇരുന്നു, താഴെ ഇരുന്ന് യെസ് ഡെറിക്, യെസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഡെറിക് ചോദിച്ചു, what's happening about this little girl's visa? I hear her visa is not ready. What is it, Sam? Give me her file എന്നൊക്കെ പറഞ്ഞു. Sam said, yes Derek, he's shivering. അപ്പം അങ്ങനെ പറഞ്ഞു, I want this sorted within this week. She is not going to sit here without visa. This is not happening. എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, don't worry Jackie, this is done.
എന്ന് യു പ്ലീസ് ഗോ ആൻഡ് കണ്ടിന്യൂ യുവർ ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ക്യൂബിക്കലിൽ പോയി ഇരുത്തി. അപ്പോൾ ഞാൻ ക്രൈങ് ബിക്കോസ് എൻ്റെ കാര്യം ഡെറിക്കിന് കേൾക്കാൻ ഒത്തല്ലോ എന്നുള്ള ഒരു ജോയിൽ ഞാൻ ഇരിക്കുക. ഐ സെ താങ്ക് യു ഡെറിക് ഒക്കെ പറഞ്ഞു. മനസ്സിലായി കമ്പനിയുടെ പ്രോജക്ട്സ് ഒക്കെ ഒന്നും ഇല്ല. അവിടുത്തെ പി ഡി ഒ എന്ന് പറഞ്ഞ ബെസ്റ്റ് ക്ലയൻറ്റുമായിട്ട് ഇവിടെ ബാൻഡ് ആയിട്ടിരിക്കുക ഈ കമ്പനി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡെറിക്കിന് കംപ്ലീറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഞങ്ങൾക്ക് പുതിയൊരു വിസ എടുക്കാൻ പോലും പെർമിറ്റ് ഇല്ലാതിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പുതിയ ആൾക്കാർ രണ്ടുപേരും വന്നത്. ആൻഡ് സിറ്റുവേഷൻ ചേഞ്ച് ആയി. എനിക്ക് വർക്ക് വിസ കിട്ടി. ഞാൻ 7 years അവിടെ വർക്ക് ചെയ്തു പാസ്റ്റർ. ആൻഡ് this is ultimate God's intervention in our life, in my life, I can say. Then this all steps for us to have more faith. കൂടുതൽ ഫെയ്ത്തിലോട്ട് അടുക്കാനുള്ള സിറ്റുവേഷനാണ് ദൈവം എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പം ഓക്കെ കുഞ്ഞ് വളരുക. ആൻഡ് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓക്കെ. അപ്പം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ബെറ്റർ പൊസിഷൻ. അപ്പം 7 years കഴിഞ്ഞു. 7 years ആയപ്പം എൻ്റെ ഹസ്ബൻഡിന് ദുബായിലോട്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. എൻ്റെ നല്ലൊരു ജോബാണ്. ഐ സെഡ് ലെറ്റ്സ് ആസ്ക് ഗോഡ് അബൌട്ട് ഇറ്റ്, ലെറ്റ്സ് പ്രേ അബൌട്ട് ഇറ്റ്. അപ്പം നോക്കിയപ്പം ഒമാനിലെ സാലറിക്കാട്ടിലും ദുബായിൽ എനി ഡേ ഇസ് ബെറ്റർ. സോ ഐ സെഡ് ലെറ്റ്സ് ഡു ദാറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ഹാവ് എ ബെറ്റർ ജോബ്. സോ ഞങ്ങൾ ദുബായിലോട്ട് മൂവ് ചെയ്തു. By that time I just started actually പാസ്റ്റർ ഒമാനിലെ ഒരു വലിയൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒമാനിൽ വരികയാണ്. രഞ്ജിച്ചാൻ്റെ ഒരു ഫ്രണ്ടാണ്. ഈ പക്ക ബ്രാഹ്മൺ എം പിക്കാരനാണ്. അപ്പം അങ്ങേര് ഇച്ചിരി ലേഡീസിനോടൊക്കെ അങ്ങനെ ഓപ്പൺലി സംസാരിക്കുന്ന ഒരാളല്ല. എന്നാലും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഹി ഈസ് വെരി ഗുഡ്, വെരി നൈസ് ടു ടോക്ക് ടു. ഒരു ഹൈ പൊസിഷനിൽ ജോലി ചെയ്യാൻ, എൻവയറമെന്റൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ വരുവാണ്. സോ ഞങ്ങളുമായിട്ട് നല്ലപോലെ ഫ്രണ്ട്ലി ആയി. അപ്പം ഇങ്ങനെ ഈ ബ്രാഹ്മണാന്നേലും ഞങ്ങളുടെ കൂടെ ചിക്കനും നോൺ വെജ് ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു വെൻ ഹി യൂസ് ടു കം. സോ ആ സമയത്ത് ഞാൻ ആക്ച്വലി ദിസ് വാസ് ആക്ച്വലി ബിഫോർ WS അറ്റ്കിൻസിന്റെ ജോലിയിൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ ദിസ് ഫ്രണ്ട് സ്റ്റേയിങ് ഇൻ അബുദാബി താമസിക്കുന്ന ആള് ഒമാനിലാണ് പ്രൊജക്റ്റിന് വരുന്നത്, ജോലിക്ക്. സൈറ്റ് ഒമാനിലാണ്. സോ അബുദാബിന്ന് ഒമാൻ ബോർഡറിൽ എത്തുമ്പോൾ ഇല്ലേ, ഞങ്ങളെ വിളിച്ചിട്ട് പറയും ഞാൻ അവിടെ എത്തുകയാണ്, മിക്കവാറും രാത്രിയാകും, സോ ഡോണ്ട് വെയിറ്റ് ഫോർ മീ, യു ഓൾ ഹാവ് യുവർ ഡിന്നർ ആൻഡ് ഓൾ ആൻഡ് യു സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് എന്നാലും ഞങ്ങളൊരു 7 o'clock വരെ വെയിറ്റ് ചെയ്തു. ഇങ്ങനെ കണ്ടില്ല. ബോർഡറിൽ നിന്ന് ഇവിടെ വരാൻ അറ്റ്ലീസ്റ്റ് 2 hours എടുക്കും. സോ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഡേ ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് വി സ്ലെപ്റ്റ്. ഒരാഴ്ച ഇങ്ങനെ ഒരു ന്യൂസും ഇല്ല. ഞങ്ങൾ ഓർത്ത് ബിസി ആയിരിക്കും ഓഫീസിൽ. ഒരു 1 week ആൻഡ് സം മോർ ഡേയ്സ്, കുറേ ദിവസമായി, ഒരു 10 days കഴിഞ്ഞപ്പം ഞങ്ങൾ ഇങ്ങനെ ടോട്ടലി ഷാബി ആയിട്ട്, ടോട്ടലി ഒരു വല്ലാത്തൊരു ഫിസിക്കൽ സിറ്റുവേഷനിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഭൂപേഷ് എന്ത് പറ്റി? ഞങ്ങൾക്ക് വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻ ടു ഹിം. So after a long time he's telling us that ഭൂപേഷ് എന്ന് പറഞ്ഞ ആള്, ഭൂപേഷ് വരുമ്പോഴെല്ലാം ഞങ്ങള് എപ്പം വന്നാലും ഞങ്ങളുടെ വൈകിട്ടത്തെ ഈവനിങ് ഒരു 7:30 ആകുമ്പം ഞാൻ കുഞ്ഞുങ്ങൾ മീൻസ് ഞങ്ങളൊരു പ്രേ ചെയ്യാൻ വേണ്ടി ആരുണ്ടെങ്കിലും വീൽ പ്രേ ചെയ്ത് ഡിന്നർ കഴിച്ചിട്ടാണ് ഫർദർ ഇത്. സോ അങ്ങനെ ഈ ഭൂപേഷ് കണ്ടു ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ബട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയുമായിരുന്നു, അവരുള്ളതുകൊണ്ട് അത് ചെയ്യണ്ട, നമ്മൾ അങ്ങനത്തെ അവരെ ഇത് ഐ സെഡ് നോ, അത് കുഴപ്പമില്ല, അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവരും പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരും അപ്പോൾ ഇത് കണ്ടു. ഇത് കാണാറുണ്ടായിരുന്നു ഈ ഭൂപേഷ് എന്ന് പറഞ്ഞ ആള്. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ
ടോട്ടലി ഷാബി ക്ലോത്ത്സും ഒരു ആഴ്ചയായി കുളിച്ചിട്ടും അങ്ങനെ ആരും ശരിക്കും കഴിക്കാതും ബിയേർഡ് എല്ലാം വളർന്നിട്ടും അങ്ങനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. അപ്പം വന്നിട്ട് എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങേര് ജയിലിലായിരുന്നു. ഹി വാസ് ഇൻ ദി ഒമാൻ ജയിൽ. അപ്പം ജയില് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വാട്ട് ഹാപ്പൻ, എന്താ പറ്റി? സോ അപ്പം പറയുക, എന്നെ ഒരു റേപ്പ് കേസിൽ എന്നെ അലിഗേഷൻ ആയി, മീൻസ് എൻ്റെ പുറത്ത് ഇത് ഒരു റേപ്പ് കേസ്, ഒരു ശ്രീലങ്കൻ മെയ്ഡ്. അപ്പം ജയിലിൽ ആയതെങ്ങനാ, ഇങ്ങനെ അന്ന് ആ ബോർഡർ ക്രോസ് ചെയ്ത് ഒമാനിൽ കയറി ഇങ്ങേരുടെ ഓഫീസിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്ത് ഇവരുടെ 5th ഫ്ലോറിൽ ഓഫീസ് ആണെങ്കിൽ ഇങ്ങേരുടെ കാർ ബോർഡർ മുതൽ ഇങ്ങേർക്ക് തോന്നുക ആരോ ഇങ്ങേരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഫോളോ ചെയ്ത് ഓഫീസ് വരെ ഇങ്ങേരെ ഫോളോ ചെയ്തിട്ട് ഈ ഇങ്ങേര് ഫ്ലോറിൽ നിന്ന് കാണുകയാണ് ഈ അവരുടെ വണ്ടി ചുറ്റിലും 2 പേരിങ്ങനെ ചെക്ക് ചെയ്യുവാണ്. ഒമാനില് ഈ കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റാ. അവർക്ക് വണ്ടി സസ്പെക്ട് ചെയ്താലും മനുഷ്യരെ സസ്പെക്ട് ചെയ്താലും ദേ ആർ വെരി സ്ട്രിക്റ്റ് അബൌട്ട് ഇറ്റ്. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സിനകത്ത് ഈ 2 ആൾക്കാർ ഇവരുടെ ഓഫീസിലെത്തി. ഓഫീസിൽ വന്നിട്ട് കതക് മുട്ടിയിട്ട് ഇങ്ങനെ ഡയറക്റ്റ്ലി ജയിലിലോട്ട് ഇവരുടെ കാർഡൊക്കെ കാണിച്ച്, ഇവർ പോലീസാന്ന് കാണിച്ചിട്ട് ഭൂപേഷിനെ ജയിലിലോട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോയിട്ട് ഇവർ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നില്ല, നത്തിങ്, ഒരു കാര്യവുമില്ല. ജയിലിലോട്ട് പോയി ചെന്ന് തള്ളി ഇടുകയാണ്. അപ്പൊ ഇതിങ്ങനെ ഞങ്ങളോട് പറയാം. ആൻഡ് പിന്നെ ആൾക്കാരെല്ലാം വന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇങ്ങനെ കുറെ വലിയ സ്റ്റാർസ് ഒക്കെ ഉള്ള ഓഫീസേഴ്സ് ഒക്കെ വന്ന് നോക്കും. പലരും നോക്കും, കാണും, പോകും. ഇവര് ഓരോ ദിവസം ജയിലിൽ കഴിച്ചു കൂട്ടുകയാണ്. പലരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ആളല്ല. ഐ ആം വർക്കിംഗ് ഇൻ ദിസ് കമ്പനി, ഐ ഹാവ് മൈ ID കാർഡ്, യു കെൻ കോൾ മൈ മാനേജർ, നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ, ഐ ആം നോട്ട് ദ പേഴ്സൺ യു ആർ ലുക്കിംഗ് ഫോർ എന്നൊക്കെ പറയുക. നോ ബഡി ഈസ് ലിസ്ണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല. ദേ വിൽ നോട്ട് ടോക്ക് ബാക്ക്. അവർ പറയുന്നതാണ് കൺഫർമേഷൻ. ആൻഡ് പിന്നെ വേറെ ഒരു ദിവസം ഒരു ശ്രീലങ്കൻ സ്ത്രീ വന്നിട്ട് ഇയാളെ കാണുക. അവര് ഇടയ്ക്ക് പറയും യെസ് എന്ന് ഇടയ്ക്ക് പറയും, പിന്നെ പറയും നോ, പിന്നെ പറയും നോ എന്നൊക്കെ പറയും. പിന്നെയും വേറൊരു ദിവസം വരുമ്പം യെസ് ദിസ് ഓൺലി എന്ന് പറയും. സോ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഈ ശ്രീലങ്കൻ ലേഡിയെ വന്നപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തന്നെയാണോ, നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഐ വിൽ ഹെൽപ്പ് യു to sort your problem. What is your problem? So appudan manasilaye ivare she experienced rape. Somebody had troubled her, and somebody looking like Bhupesh. Correct. Bhupeshinte ID cardil ulla face pola ulla somebody is acquitted for this. ആൻഡ് ഇങ്ങേരാണ് പറഞ്ഞ് ഷീ ഈസ് കൺഫേമിങ്. അവൻ ഭൂപേഷിന് ഒരു രക്ഷയില്ല. ഇവിടെ ഫോൺ എടുത്തു, ദർ ഇസ് നോ വേ ടു കോണ്ടാക്ട് എനിബഡി, നത്തിങ്. ആൻഡ് അവിടെ ആ ജയിലിൽ അയാൾ പറയുക എന്നോട്, ജിക്കിയുടെ പ്രാർത്ഥന, ദ പ്രേയർ യു പ്രേഡ് വെൻ ഐ ഹാവ് ഹേർഡ് യു പ്രേ, I prayed on my knees. I saw you praying very painfully for everyone. I prayed. I said, Lord, whichever God Jikki prays to, I want that God to answer my prayer. I want that God to jail പ്രാർത്ഥിച്ചു. I want Jesus to answer my prayer. അപ്പം എന്താണ്, ഇങ്ങേരുടെ വൈഫ് അബുദാബിയിൽ പ്രഗ്നന്റ് ആണ്. ഷീ ഈസ് ക്യാരിങ് എ ചൈൽഡ്. അവർക്കറിയത്തില്ല ഇങ്ങേര് ജയിലിലാണെന്ന്. ഇതൊന്നും നോ കോണ്ടാക്ട് ടു അസ് വിത്ത് അസ് ഓൾസോ. ആ ജയിലിൽ കിടന്ന് അയാൾ പ്രാർത്ഥിച്ചു, ദ ഗോഡ് ദാറ്റ് ജിക്കി കോൾസ്, ഐ വോണ്ട് ടു റീച്ച് ദാറ്റ് ഗോഡ്. ആൻഡ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടയ്ക്ക് ഒരാൾ വന്ന്, ഒരു ഇന്ത്യൻ ആണോ പാകിസ്ഥാനി ആണോ, ആഹാരം കൊടുക്കാൻ ഇങ്ങനെ അവിടെ എന്തുവാ ആഹാരം, ഉണക്ക ചപ്പാത്തിയും
വേവിച്ച ഇറച്ചിയും, ജസ്റ്റ് ദിസ് വാസ് ദ മീൽ. ആൻഡ് ഇങ്ങനെ ബ്രാഹ്മണ, ഹി കനോട്ട് ഈറ്റ് ദാറ്റ്. അപ്പം ഇത് ഈ ഒരു മനുഷ്യനോട് ചോദിച്ചു, ഇതെന്താണ് പ്രോബ്ലം, ഐ നീഡ് ടു സ്പീക്ക് ടു സംബഡി. സോ ഹീ സെഡ്, ഓക്കെ, ഐ വിൽ ബ്രിങ് സംബഡി ഹു ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. അങ്ങനെ പറഞ്ഞൊരു സീനിയർ ഓഫീസറിൻ്റെ അടുക്ക് സീനിയർ ഓഫീസർ വന്നപ്പം ഭൂപേഷ് ഇങ്ങേരോട് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് മീ, ഐ ആം നോട്ട് ദ പേഴ്സൺ ഹു ഇസ് responsible for this. I can help you out. I am connected with many high position people. I am not the person. പറഞ്ഞ് കുറേ plead ചെയ്ത് ഇങ്ങനെ he finally got out of the place. He got out of the place, and that is when he came to our house. I said, Bhupesh, this is unbelievable. അവിടുന്ന് യൂഷ്വലി ആ ജയിലിനകത്തോട്ട് കയറിയാൽ യൂഷ്വലി ദർ ഇസ് നോ ഗെറ്റ് ഔട്ട്. അവിടുന്ന് എസ്പെഷ്യലി എക്സ്പാറ്റ്സിനെ അവർക്ക് ദേ ഡോണ്ട് കെയർ. ഒരു ഇങ്ങനൊരു അക്വിറ്റഡ് ആയെങ്കിൽ അവർക്കറിയത്തില്ല, ദേ ഡോണ്ട് കെയർ, ലിറ്ററലി ദേ ഡോണ്ട് കെയർ. ഭൂപേഷ് ആ സമയത്ത് എന്നോട് പറയുക, ചിക്കി പ്ലീസ് പ്രേ, just can you pray for me, just say that prayer, I want to hear that prayer that you prayed that many times, you keep saying something you are saying, I don't know what it is. ഞാൻ പ്രാർത്ഥിച്ചു, ഭൂപേഷ്, your burden my Lord has heard and he has saved you and rescued you from. He's saying, yes, that is what it is. He rescued me from that jail. I was not going to get out. I would not see my baby's face. I was not going to see Meenakshi's face again. പറഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾ ആ ഒത്തിരി പ്രാർത്ഥനയിൽ. I said, praise God. അങ്ങേരുടെ ഫാമിലിയും. He said, I don't want to call upon my gods again. I'm becoming a Christian. You tell me what I should do. I'm becoming a Christian. I am becoming a Christian. Jiki, make me what you have. I want that peace. I want that peace that you have. I don't know what he saw in me, but he saw some peace in our family life. Endeയും Renjichandeയും family life. How, I don't know, എനിക്കറിഞ്ഞൂടാ, but he saw something and he said, I want that God that you call upon. അപ്പം രഞ്ജിച്ചൻ പറയാം, ഭൂപേഷ്, തൽക്കാലം നിനക്ക് അങ്ങനെ തോന്നുവാ. I said, no, don't even say such a thing. Let me see what we have to do about this, Bhupesh. And full ഒരു problem ഇല്ലാതെ, I don't want to call upon any other God. I know this is your God, is a living God. I don't want anything else എന്ന് പറഞ്ഞ് he got completely converted, pastor. അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ഗോയിങ് ഓൺ. ലിറ്റിൽ പ്രോബ്ലം ഇസ് ദാറ്റ് എൻ്റെ ഹസ്ബൻഡ് അത്രയും ഒരു പ്രേയിങ് പ്രാക്ടീസ് ഇല്ലാത്ത ഫാമിലിയാണ്. അവർക്ക് ആ ഒരു ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട് he doesn't like to do that. Means പ്രാർത്ഥന and all that. He thinks this is all just show off. ഇതിൽ show off ആ, my God knows me, he is in my heart and he knows me എന്ന് പറഞ്ഞ് he doesn't. But ഞാൻ പ്രാർത്ഥിക്കുമ്പം he will sit with me down on our knees and we pray. പാസ്റ്റർ അങ്ങനെ ഇരുന്നപ്പോൾ ഇല്ലേ, ഞങ്ങള് എൻ്റെ കസിൻ, അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഒത്തിരി ഒരു വലിയൊരു ടെസ്റ്റിമണിയാണ്. സോ അങ്ങനെ ഇരുന്നപ്പം എൻ്റെ സിസ്റ്റർ എൻ്റെ ഇളയതാണ്, അവൾക്കൊരു കല്യാണം വേണം. ദാറ്റ് ഈസ് another big answer to my prayer only. And she had this opportunity to go to America. And അവള് ഒരു കല്യാണത്തിന് അങ്ങോട്ട് അടുക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ പേരൻസ് വല്ലാതെ വറിടാ. അപ്പം ഈ ഭൂപേഷും ഫാമിലിയും അബുദാബി താമസിക്കുന്നു. ഞങ്ങള് ഫ്രണ്ട്സും ഇങ്ങനെ തമ്മിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് അവർ പറഞ്ഞു, we will put it in a newspaper. Give me your details. അപ്പം ഞങ്ങൾ പറഞ്ഞു, I'm from Pune. My parents are so and so and we belong to the Khaki Marthuma Palli എന്നൊക്കെ പറഞ്ഞ് we are looking for a committed, my Jiffy is a committed Christian and simple, ഇത്ര ഒരു simple introduction കൊടുത്തപ്പം മീനാക്ഷി, ഭൂപേഷിന്റെ ഭാര്യ, അവള് അബുദാബിയിൽ ഇതൊരു ന്യൂസ് പേപ്പറിൽ ഇട്ട് കൊടുത്തു, എൻ്റെ സിസ്റ്ററിന്റെ ഒരു അഡ്വർടൈസ്മെന്റ്. ഈ അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് അപ്പം പിന്നെയും പാസ്റ്റർ, ഞാൻ on my knees for my sister's prayer, for my sister's kalyanam and all that. That was a big answer to my prayer. And അപ്പം എൻ്റെ പ്രാർത്ഥന എന്തായിരുന്നറിയോ, the boy should be from Pune.
ബോയ് പൂനെന്നാകണം. അങ്ങേര് എന്തുവായിരുന്നു, അങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ദൈവമേ, ചെറുക്കൻ പൂനെന്നാകണം. അതുപോലെ ഗോഡ് gave me a brother like that to get married to my, brother-in-law is from Pune only. And പിന്നെ ഓക്കെ അവർ കല്യാണം കഴിഞ്ഞു. ആൻഡ് അങ്ങനെ ഇരുന്നപ്പം പാസ്റ്റർ എൻ്റെ കസിൻ ബ്രദർ ഞങ്ങളെ, എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞ് തിരിച്ച് ഗുജറാത്ത്, ഹി വാസ് സ്റ്റേയിങ് ഇൻ ഗുജറാത്ത്. ആൻഡ് ചൈൽഡ്ഹുഡിൽ അവന് ഇച്ചിരി ഒബസിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം വെച്ച് കല്യാണത്തിന് ഞങ്ങൾ കണ്ടുമുട്ടി, ഒത്തിരി പാട്ടൊക്കെ പാടി സന്തോഷിച്ച് പോയി. ആൻഡ് തിരിച്ച് ആ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായില്ലേ ഗുജറാത്തിൽ, ആ ഒരു എക്സ്പീരിയൻസിൽ ഷെരി എന്ന പേര്, അവന് താമസിക്കുന്ന ബിൽഡിങ്ങിന്ന് ഒരു 7 സ്റ്റെയർസോ എന്തോ ചാടി ഓടി ഇറങ്ങേണ്ടി വന്നു. മുമ്പിലത്തെ ബിൽഡിംഗ് കൊലാപ്സ് ആകുന്ന അവൻ കണ്ടു. അത് കണ്ടുകൊണ്ട് പേടിച്ചിട്ട് ഇവര് സ്റ്റെപ്സിൽ നിന്ന് ഇറങ്ങിയപ്പം ഷെരിയുടെ ബ്ലഡ് പ്രഷർ അങ്ങ് ഒത്തിരി ലോ ആയി. ഡോക്ടറിനടുത്ത് പോയപ്പം അയാൾ പറഞ്ഞു, യുവർ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആർ മോർ ദാൻ യുവർ റെഡ് ബ്ലഡ് കോർപ്പസൽസ്. എന്തോ ഒരു പ്രശ്നം ഇസ് ദെയർ, സം കൈൻഡ് ഓഫ് എൻ ഇൻഫെക്ഷൻ. യു ജസ്റ്റ് ചെക്ക് വിത്ത് സംബഡി മോർ എക്സ്പേർട്ട്. അപ്പം ഹിസ് പേരൻസ് ആർ ഇൻ കേരള. അപ്പം ഇത്രയും ഡോക്ടേഴ്സ് പറഞ്ഞപ്പം ഹി ഡിസൈഡഡ് ടു ഗോ ടു കേരള. കേരളയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം പാസ്റ്റർ ക്യാൻസർ ഉണ്ടെന്ന് പറയുവാണ് ഈ കസിൻ ബ്രദറിന്. ഹീസ് ഗോട്ട് ക്യാൻസർ. അപ്പം എൻ്റെ ഫാദർ എന്നെ വിളിക്കുക. ഇപ്പം ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മസ്കറ്റിൽ പോയി. ഫാദർ എന്നെ വിളിച്ചിട്ട് പറയാ, ഞാനും ഷെരിയുടെ മമ്മിയും ഡാഡിയുടെ മൂത്ത സിസ്റ്ററാണ്, ഷെരിയെ ഞങ്ങൾ വെല്ലൂരിലേക്ക് കൊണ്ടുപോവാണ്. ഇത് എന്തോ ഇച്ചിരി ഒരു വിഷമമുള്ള കാര്യമാ, ക്യാൻസറാന്ന് പറയുന്നു. ആൻഡ് അയ്യോ, ഇത് കേട്ട് പാസ്റ്റർ എനിക്ക് അങ്ങോട്ട് ഐ കുഡ് നോട്ട് കണ്ടെയ്ൻ ദിസ് സോറോ ഫ്രം, എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് എനിക്കിത് കേട്ടപ്പോൾ മുതൽ ഐ കനോട്ട് ബെയർ ദിസ് തിങ്. സെയിം ഫീലിംഗ്, എനിക്ക് ആ ചോക്കിംഗ് ഫീലിംഗ് എൻ്റെ കഴുത്തിൽ ഇവിടെ, എനിക്ക് ഫുള്ളി എനിക്ക് സംസാരിക്കാൻ വയ്യ. എൻ്റെ ടോട്ടൽ ഞാനൊരു പ്രെയർ സിറ്റുവേഷനിൽ ഞാനങ്ങ് പോവാണ്. ഐ എം ഓൺ മൈ നീസ്. കരച്ചിലാണ്. ഇത് പാസ്റ്റർ എൻ്റെ ഹസ്ബൻഡ് ഈ പ്രാർത്ഥന പ്രാർത്ഥന പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടില്ലയോ പാസ്റ്റർ, എനിക്ക് അതൊരു വലിയൊരു ഭാരമായിരുന്നു. ഈ പ്രാർത്ഥന പ്രാക്ടീസ് ഇല്ലാത്ത ഒരു ബിഹേവിയർ, അങ്ങനെ ഫാമിലി ലൈഫ് എനിക്ക് വേണ്ടായിരുന്നു. ഐ വാണ്ടഡ് ഹിം ടു ബി പ്രേയിങ് ഫോർ നമ്മുടെ പിള്ളേർക്ക് ആ ഒരു കാണണം ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം ഒരു പ്രെയർ ഗ്രൂപ്പിൽ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുവാണ് ഒരു ഫ്രണ്ട്. അപ്പം പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കേൾക്കുന്നതന്നെ എൻ്റെ ഹസ്ബൻഡ് മഹാദേശമായിരുന്നു. ആൻഡ് ബട്ട് എങ്ങനാണ്ടോ ഞാൻ വിളിച്ച്, അപ്പം ആ ഫ്രണ്ടും രഞ്ജിച്ചാനും ജോലി ചെയ്യുന്നതും ഫ്രണ്ട്സാണ്. അങ്ങനെ വിളിച്ചോണ്ട് മാത്രം ഞങ്ങൾ ഒരു പ്രെയർ ഗ്രൂപ്പിൽ പോയി ഒരു പ്രേസ് ആൻഡ് വർഷിപ്പ് കൈൻഡ് ഓഫ് എ തിങ് ആൻഡ് പ്രാർത്ഥന. അവിടെ ചെന്നപ്പം ഒരു അസാമീസ് ആണോ ഷിലോങ്ങിലെ ഒരു യങ് മാൻ ആണ് ഗിറ്റാർ വായിക്കുന്നത്. ഞാൻ നോക്കുമ്പോഴെല്ലാം ഇങ്ങനെ തല പോലും ഉയർത്താതെ ഗിറ്റാർ വായിക്കുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പ്രാർത്ഥിച്ചൊക്കെ. ബസ് ആ ഒരു പ്രെയർ ഗ്രൂപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലും വന്നു. ആൻഡ് ഇങ്ങേരുടെ പേര് ഒരു ഇച്ചിരി ഡിഫറെൻറ്റ് പേര്, പിൻ. അപ്പം ഈ ഷിലോങ്ങിലെയൊക്കെ ആൾക്കാരുടെ പേര്, അപ്പം ഈ പിൻ എന്നുള്ള പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ബ്രദറിൻ്റെ കാര്യം ഞാൻ കേട്ട് വല്ലാത്ത ഒരു ഡിസ്റ്റർബ് സിറ്റുവേഷനിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുക. ഓരോ ഫോൺ കോൾസ് വരിക, എൻ്റെ ഫാദർ വെല്ലൂരേക്ക് പോകാനുള്ള ഡെസിഷൻ എടുക്കുകയാണ്, ഇതൊക്കെ. ബട്ട് എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. ആൻഡ് ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഈ വല്ലാത്ത കരഞ്ഞ് വിളിച്ചിരിക്കുക ഞാൻ. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുക, ജിക്കി പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്, ഇങ്ങനെ അങ്ങ് എടുക്കാതെ. ഇപ്പം അങ്ങനെ വന്നാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? They are going to Vellore, he'll be treated. I said, no, this is not happening. I have to pray about it. I have to pray. That's the thing. I'm getting a call. എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഫോണിൽ
Parya, sister, can I come over to your house? I said, sorry, who's calling? I am Pin. So I'll remind you, I am Pin from that prayer group. I said, of course, Pin, please come in. Please come. അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയാ ഡോണ്ട് കോൾ ഹിം നൗ അങ്ങേര് ഇപ്പം വന്നാ നമ്മൾ ഈ ഡിസ്റ്റർബ് സിറ്റുവേഷനിൽ അവർ പറയുന്നു. I said, no, no, this is God's plan. I think he is coming here and he's telling me, sister, can I come over? I just want to pray for you. I said, of course, Pin, please come. 2 മിനിറ്റിനകം he's coming to our house. ആൻഡ് എൻ്റെ ഈ കരഞ്ഞ് വിളിച്ചുള്ള സോളൻ ഫേസ് അപ്പം കണ്ടപ്പോഴേ ഇങ്ങനെ മനസ്സിലായി സംതിങ് ഇസ് ദയർ. He said, can we just pray? I said, yes, please. I want prayer. I need to pray right now. And ഞങ്ങൾ നിലത്ത് ഇരുന്നു. We sat on the ground and we joined our hands together. And ഈ പിന്നെ പ്രാർത്ഥിക്കുക, Lord Jesus, whatever Sister Jiki's concern is, Lord, I place it in your presence. Let her cast her burden upon you. ഈ വേർഡ്സ് അങ്ങോട്ട് പറയുകയും പാസ്റ്റർ എൻ്റെ ആ ചോക്കിംഗ് ഫീലിംഗ് ഇല്ലേ അതങ്ങ് റിലീവായി. That is, I'm feeling completely relieved and I'm feeling so blessed and I'm feeling that it's working. That same situation like how I felt previously. And I said, Pastor, ഇതെന്തുവാന്ന് എന്നോട് ചോദിക്കുന്നില്ല. He's not asking me. He's saying, whatever that burden is my sister is having, I cast it upon you, my Lord. എന്ന് പറഞ്ഞ് we are praying. ഞങ്ങൾ കണ്ണുനീരൊഴിച്ച്, and എൻ്റെ ഹസ്ബൻഡും ഇരുന്നു എൻ്റെ കൂടെ. That was my greatest thing. And ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് I gave him. Then he asked me, sister, what happened? What is it? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, I don't know how you came here. God has sent you here because I was choked up till here. I couldn't speak. I could not even speak because of, I don't know what it was. Lord, my God sent you, Pin, to pray. He said, I was, I don't know. Even the Holy Spirit, I felt like the Holy Spirit was telling me that I must come here. I must pray for you. Simple. That's all it was. But tell me what is wrong. I said, my cousin is he is told, the doctors have told him that he has cancer. Pastor, അതിനെക്കാട്ടിലും ഒരു important thing, his mummy herself was a matron all her life. എൻ്റെ cousin brother ഷെരിയുടെ mother matron ആയിരുന്നു കംപ്ലീറ്റ് ലൈഫിൽ. ആൻഡ് ദുബായിലും കുവൈറ്റിലും ഒക്കെ ജോലി ചെയ്തിട്ട് തിരിച്ച് റിട്ടയർ ആയിട്ട് വീട്ടിൽ വന്നേക്കാണ്. ആൻഡ് മമ്മിയുടെ അടുക്ക ഷെരി ചെന്നപ്പം മമ്മി ഷെരിയെ കൊണ്ടുപോയി ഡോക്ടറിന്റെ അടുക്ക കൊണ്ടുപോയിട്ട് ആ ഡോക്ടർ എഴുതി കൊടുത്തു ഇത് ക്യാൻസർ ആണ്. അപ്പം മമ്മി പറഞ്ഞു, ഡോക്ടർ ഇച്ചിരി മീൻസ് വിഷമവും ദേഷ്യവും ഒക്കെ വന്നപ്പം ഷെരിയുടെ മമ്മി പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അപ്പം അങ്ങേരെ കംപ്ലീറ്റ് കൺഫർമേഷനിൽ പറഞ്ഞു, മമ്മിയുടെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു, യുവർ സൺ ഹാസ് ക്യാൻസർ, യു ഗോ ആൻഡ് ഗെറ്റ് ഹിം ചെക്ക്ഡ് എനിവെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യത്തോട്. അത് കേട്ടോണ്ടാ ഇവർ പിന്നെ വെല്ലൂർക്ക് ഉള്ള പ്ലാൻ ഇട്ട് വെല്ലൂർ ഫെർദർ ട്രീറ്റ്മെന്റിന് പോവുക. അങ്ങനെ ഇരുന്നപ്പോഴാ God intervened in my heart and I got the chance to pray for Sherry with Pin. Pin comes into our house and I was not strong enough. Maybe my faith was not enough. God brought another partner for me to pray. And I told Pin, this is the thing. I cannot bear this. I cannot bear to hear this news. Pin പ്രാർത്ഥിച്ചു, keep in prayer. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രേസ് പറഞ്ഞു. And he departed. He went. Pastor, next day, എൻ്റെ ഫാദർ എന്നെ കോൾ ചെയ്ത് പറയാ, മോളെ ഷെരിക്ക് ക്യാൻസർ ഇല്ല, ഞങ്ങൾ വെള്ളൂരിലാണ്, ഷെരിക്കിടെ ക്യാൻസർ ഇല്ല. അവിടെ ടെസ്റ്റ് ചെയ്തപ്പം അവർക്ക് ആ ക്യാൻസർ സിറ്റുവേഷൻ കാണാനേ ഇല്ല. I said, this is nothing but Jesus working. This is no doubt. I knew. I fell down on my knees. I shouldn't get down on your knees. This is what the Lord does. How miraculously God. Today he is married. He is in Ireland with 2 children. I want to pray for each and everybody who's listening to my testimony. And if
I'm sure the Holy Spirit will work through my testimonies into many people's hearts. Give your life to Christ. There's nothing more that we need. Seek ye first the kingdom of God and his righteousness, and all things that you need, God will provide. I have seen that in my life, and I have seen that in my family's lives. And your connection with Jesus is all that is needed. He will look after you just as he has promised. Shall we bow our heads in prayer? Jesus, my heavenly Father, even to say you are my Father is overwhelming to me, O Lord. You are the creator of the universe, the Alpha and Omega. You are the Almighty God, and yet you call me your child. You have accepted me. Keep giving me time and chances. And you gave me the privilege of being your special possession, O my Lord. You are near me whenever I have called you. Whenever I have cried out to you, you saved me by simply showing me your love in miracles. You save me in all my humanity. You do this in spite of all the things I have done. You care for me so much that my knees fall down in awe and praising your name. Father, I am here sharing my testimony for your name's sake only. I trust you will touch my tongue and speak to your loved ones, because you have given us the tongue to raise it in praise. Every knee shall bow and every tongue shall confess that Jesus Christ is Lord. We ask everything in your amazing, wonderful name. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com